നമസ്കാരം. ഗാന്ധി സ്മൃതി കുവൈറ്റിൻ്റെ എല്ലാ പ്രവർത്തകർക്കും നമസ്കാരം. ഞങ്ങൾ ഇന്ത്യൻ നഴ്സസ് ഫെഡറേഷൻ ഓഫ് കുവൈറ്റ് ഇവിടെ വന്നിട്ടുള്ളത് മെഡിക്കൽ ചെക്കപ്പ് ഉണ്ട്. അതിൻ്റെ കൂടെ ഒരു ചെറിയൊരു ആരോഗ്യ ബോധവൽക്കരണ ക്ലാസ്. എന്തിനാണ് ഇപ്പം ഇങ്ങനെ ഒരു ക്ലാസ് എടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, എന്തിനാണ് ഞങ്ങൾ ഇത്രയും ഊന്നൽ കൊടുത്തുകൊണ്ട് ഇത്തരം ഒരു ടോക്ക് ഞങ്ങൾ ഒരുപാട് സ്ഥലത്ത് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ അടുത്ത കാലത്തായി നമ്മുടെ കൂടെയുള്ള ആൾക്കാർ നമ്മൾ തന്നെ ഡെയിലി ഫേസ്ബുക്ക് തുറക്കുമ്പോൾ അല്ലെങ്കിൽ സമൂഹ മാധ്യമങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയ ആയാൽ തുറക്കുമ്പോൾ ഡെയിലി എന്നോണം നമുക്ക് ഓരോ മരണങ്ങൾ കാണാൻ പറ്റുന്നുണ്ട്. മെയിനായിട്ടുള്ള കാരണങ്ങൾ ഹൃദയാഘാതം അല്ലെങ്കിൽ സ്ട്രോക്ക്. കേൾക്കാമല്ലോ ബാക്കിൽ അല്ലേ? ഓടെ ഓക്കെ അല്ലേ? ചെറിയൊരു പ്രശ്നമുണ്ട് തൊണ്ടയ്ക്ക്, അതുകൊണ്ടാണ്. അപ്പോൾ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ഹാർട്ട് അറ്റാക്ക് അല്ലെങ്കിൽ ഹൃദയാഘാതം, രണ്ടാമത്തെ സ്ട്രോക്ക്. ഇപ്പൊ ഞങ്ങൾ ഈ വന്നിട്ടുള്ള ഭൂരിഭാഗം ആൾക്കാർ വർക്ക് ചെയ്യുന്നത് കാഷ്വാലിറ്റി അല്ലെങ്കിൽ ഞാൻ ICU വർക്ക് ചെയ്യുന്നു. 15 വർഷമായിട്ട് സഭ ഹോസ്പിറ്റൽ ICU വർക്ക് ചെയ്യുന്നു. എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നു വന്നിട്ടുള്ള എല്ലാവരും തന്നെ കാഷ്വാലിറ്റിയിലും അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ രോഗികളെ നേരിട്ട് കാണുന്ന ഡിപ്പാർട്ട്മെന്റ് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. ഇപ്പൊ മുമ്പത്തെ സാഹചര്യത്തെക്കാൾ കൂടുതൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഈ അസുഖങ്ങൾ കൊണ്ടുവരികയും അതിൽ കുറെ പേര് മരിച്ചു പോവുകയും ചില പേര് ചത്തത്തിനൊക്കുമ്പോൾ ജീവിച്ചിരിക്കുന്ന അവസ്ഥയിൽ കിടക്കുന്ന കുറച്ച് കാര്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കാരണങ്ങൾ എന്തൊക്കെയായാൽ തന്നെ നമ്മളെ ഭാഗത്ത് നിന്ന് ചെയ്യാൻ പറ്റുന്ന കുറെ കാര്യങ്ങളുണ്ട്. അതായത് എനിക്കൊരു അസുഖം വന്നാൽ, പെട്ടെന്ന് എന്ന് വന്നാൽ എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ള സാഹചര്യങ്ങൾ കുറേയുണ്ട്. അത് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഒരുപക്ഷെ മരണപ്പെടുകയും, കാരണം സമയത്തിന്റെ പ്രാധാന്യമുള്ള കുറെ അസുഖങ്ങളുണ്ട്. ഇപ്പൊ ഹാർട്ട് അറ്റാക്ക് അല്ലെങ്കിൽ സ്ട്രോക്ക് സെക്കൻഡുകൾക്ക് വിലയാണ്. ടൈം ഈസ് ബ്രെയിൻ എന്നാ പറയുന്നത്. അപ്പോൾ ഒരു സെക്കൻഡ് നമ്മൾ കളഞ്ഞാൽ നമ്മളത് ജീവന്റെ വില കൊടുക്കേണ്ടി വരും. അപ്പൊ അത്തരം 2-3 കാര്യങ്ങളെ അസുഖങ്ങളെ കുറിച്ചും അതിന്റെ സമയത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ചും പറയാൻ ആഗ്രഹിച്ചുകൊണ്ടാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ള സംഭവങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ഹാർട്ട് അറ്റാക്ക് ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഹാർട്ട് അറ്റാക്ക് എന്താണെന്നും എന്ത് ചെയ്യണമെന്നും ലക്ഷണങ്ങൾ എന്താണെന്നും ഹാർട്ട് അറ്റാക്ക് ഉണ്ടാക്കേണ്ട കാരണങ്ങൾ എന്താണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ എന്നാൽ പോലും ഇപ്പൊ നമ്മുടെ കൂടെ ഒരാൾക്ക് വേദന വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്തായിരിക്കും ആദ്യം ചിന്തിക്കുക? ഗ്യാസ് ആയിരിക്കും അല്ലെ? ഈ ചിന്തയാണ് ആൾക്കാരുടെ ഉള്ളിലേക്ക് പോകുന്നത്. ഇത് ഗ്യാസ് അല്ലാതെ എങ്ങനെ തിരിച്ചറിയാൻ പറ്റും? ഈ ഉള്ള വേദന ഗ്യാസിന്റെ വേദന അല്ല എന്നും ഞാൻ എപ്പോഴാണ് ഹോസ്പിറ്റലിൽ പോകുന്ന അവസ്ഥയിലേക്ക് എങ്ങനെയാണ് എത്തേണ്ടതെന്നുള്ള കാര്യങ്ങളുണ്ട്. അതുപോലെ സ്ട്രോക്ക്, നമ്മുടെ പെട്ടെന്ന് നടന്നു പോകുമ്പോൾ നമ്മുടെ ഭാഗത്ത് ഒരു തളർച്ച വരിക, നമ്മൾ സംസാരിക്കുന്ന ഒരു കൊഞ്ഞു വരിക, ഒക്കെ വന്നു കഴിഞ്ഞാൽ. അപ്പം ഈ 2 കാര്യങ്ങളും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ ഞാൻ ആദ്യം തന്നെ സ്ട്രോക്ക്, നമുക്ക് ഹാർട്ട് അറ്റാക്കിനെ കുറിച്ച് പറയാം. ഈ പവർ പോയിന്റ് നോക്കേണ്ട കാര്യമില്ല, നമുക്കൊരു ഡിസ്കഷൻ പോലെ തന്നെ പോകാം. എന്താണ് ഹാർട്ട് അറ്റാക്ക്? നമ്മുടെ ബോഡിയിൽ മെയിൻ 3 ഓർഗൻസ് ഉണ്ട്. ഒന്ന് നമ്മുടെ ഹാർട്ട്, രണ്ടാമത്തെ നമ്മുടെ ലങ്സ്, മൂന്നാമത്തെ നമ്മുടെ തലച്ചോറ്. ഇതിന്റെ പ്രവർത്തനം നിർബന്ധമാണ് നമ്മുടെ ഏറ്റവും കൂടുതൽ നമ്മുടെ ഒരു ആരോഗ്യം നടക്കണമെങ്കിൽ. അപ്പൊ നമ്മുടെ ഹാർട്ടാണ് എല്ലായിടത്തേക്കും ബ്ലഡ് പമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓരോ മിനിറ്റിലും 60 മുതൽ 100 തവണ വരെ കൃത്യമായിട്ട് ഇങ്ങനെ ഇടിച്ചുകൊണ്ട് പമ്പ് ചെയ്യുന്ന പോലെ തന്നെ ശരീരത്തിന്റെ എല്ലാ ഭാഗത്തേക്കും ബ്ലഡ് പമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന മെയിൻ സാധനം നമ്മുടെ ഹാർട്ടാണ്. ഈ ഹാർട്ടിലേക്ക് കൊടുക്കുന്ന രക്തധമനികളിൽ, ഹാർട്ടിന് ബ്ലഡ് കൊടുക്കുന്ന ഏതെങ്കിലും ഒരു ഞരമ്പിൽ ബ്ലോക്ക് ഉണ്ടാകുമ്പോൾ വരുന്ന അസുഖമാണ് ഹാർട്ട് അറ്റാക്ക്. നിങ്ങൾ പറയുന്ന ഹാർട്ട് ബ്ലോക്ക്, നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞ ഇത് വരുമ്പോൾ ലക്ഷണങ്ങൾ എന്തൊക്കെയായിരിക്കും? എന്തൊക്കെയാണ് ഹാർട്ട് അറ്റാക്കിന്റെ ലക്ഷണങ്ങൾ? നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? എന്തായിരിക്കും ലക്ഷണങ്ങളെന്ന്? എല്ലാവരും പറയും നെഞ്ചുവേദന. ഓക്കെ, പിന്നെന്തായിരിക്കും? വേദന, നെഞ്ചുവേദന. ഈ ഹാർട്ട് അറ്റാക്ക് നെഞ്ചുവേദന പ്രത്യേകത ഉണ്ട്, സാധാരണ വേദന പോലെയല്ല. ഈ രോഗം വന്ന ആൾക്കാർ പറഞ്ഞ വേദന എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നെഞ്ചത്ത് കല്ലെടുത്ത് വെച്ച പോലത്തെ ഒരു ഫീലിംഗ് ആണ്, അല്ലെങ്കിൽ ആരെങ്കിലും സ്ക്യൂസ് ചെയ്യുന്ന പോലത്തെ ഒരു ഫീലിംഗ് ആണ്, ആരെങ്കിലും നമ്മുടെ പിഴിയുന്ന പോലത്തെ ഒരു ഫീലിംഗ് ആണ്. പ്രത്യേക തരം ഒരു വേദനയാണ്. അല്ലാതെ നമ്മുടെ ഒരു നെഞ്ചുവേദന ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഒരു പോയിന്റ് വെച്ച് പറയാൻ പറ്റില്ല, എനിക്ക് ഇവിടെയാണ് വേദന, അങ്ങനെ പറയാൻ പറ്റുന്ന വേദന ആയിരിക്കില്ല ഒരിക്കലും ഹാർട്ട് അറ്റാക്കിന്റെ വേദന. അതൊരു മൊത്തത്തിലൊരു പ്രശ്നമായിരിക്കും ഉണ്ടാവും ചെസ്റ്റില്. ആ വേദന നമ്മുടെ കൈകളിലേക്ക് പടർന്നു വരാം. അതുപോലെ ബാക്ക് സൈഡിൽ നമ്മുടെ ഷോൾഡറിന്റെ വരെ, ഇവിടെ വരെ വേണമെങ്കിൽ ആവാം, താടിയിൽ വരെ പടർന്നു പോവാം. എല്ലാ കേസിലും വേദന ഉണ്ടാവണമെന്നില്ല, വേദന ലക്ഷണം മാത്രമാണ്. അതുപോലെ നമുക്ക് ശരീരം വേർക്കാം, ക്ഷീണം തോന്നാം, ഛർദി, ഓക്കാനം എന്നിവ ഉണ്ടാവാം. ഇതൊക്കെ രോഗലക്ഷണങ്ങളാണ്. 60% മുതൽ ആൾക്കാർക്ക് മാത്രമേ ലക്ഷണങ്ങൾ വരുന്നുള്ളൂ. ബാക്കി 30 to 40%, 30%, 40% ആൾക്കാർക്കും പ്രത്യേകിച്ച് ലക്ഷണങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പൊ അവരെങ്ങനെ അറ്റാക്ക് ഒന്ന് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? എന്തായിരിക്കും അവരിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ എന്തായിരിക്കും? അപ്പോൾ പഠനങ്ങൾ പറയുന്നത് വെച്ചാൽ, നമ്മൾ സാധാരണ ജീവിച്ചുകൊണ്ടിരിക്കുന്ന രീതിയിൽ നിന്നും എന്തെങ്കിലും മാറ്റം നിങ്ങൾക്ക് സംഭവിച്ചാൽ അതിനെ കാര്യമായിട്ട് എടുക്കുക തന്നെ വേണം. ക്ഷീണമാവാം, ഒരു തളർച്ചയാവാം, ഒരു തലചുറ്റലാവാം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ അതെല്ലാം സീരിയസ് ആയിട്ട് എടുക്കണം. ഒരിക്കലും നെഞ്ചുവേദനയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യരുത്. അപ്പോൾ ഹാർട്ട് അറ്റാക്ക് ലക്ഷണങ്ങൾ ഞാൻ പറഞ്ഞു തന്നെ. ഇനി നമുക്കൊരു വേദന വന്നിരിക്കട്ടെ, നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? സാധാരണ ആൾക്കാർ ചെയ്യണം എന്താണെന്നറിയോ? എല്ലാവരും പെട്ടെന്ന് ഇതൊരു ഗ്യാസ് ആയിരിക്കും. എങ്ങനെ ഗ്യാസ് ആവുന്നത്? നമ്മൾ ഇന്നലെ കഴിച്ച ഭക്ഷണം നിങ്ങൾക്ക് അറിയാമല്ലോ എന്തായാലും. ഈ ഭക്ഷണം നേരത്തെ കഴിച്ച ഗ്യാസ് നിങ്ങൾക്ക് ഉണ്ടായിരുന്നു?
ഇല്ലെങ്കിൽ പിന്നെ ഇന്ന് മാത്രം ഗ്യാസ് ഉണ്ടാവുന്നത്? ഇന്നലെ കഴിച്ച കപ്പയാണെങ്കിൽ മുമ്പത്തെ കഴിച്ച കപ്പയ്ക്ക് ഗ്യാസ് വേണ്ടേ? അപ്പൊ അങ്ങനെ ഒരു വേദന ഉണ്ടാവും. ആദ്യം ചിന്തിക്കേണ്ടത് ഞാൻ കഴിച്ച ഭക്ഷണം എന്താണ്? ഇത് ഗ്യാസ് ഉണ്ടാക്കുന്ന സാധനങ്ങളാണ്. നമുക്കറിയാം കപ്പ, കിഴങ്ങ്, കുറെ സാധനം ഗ്യാസ് ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനത്തെ കഴിച്ചിട്ട് ഗ്യാസ് എവിടുന്ന് വരാനുള്ളത്? ഇത്രമാത്രം ഗ്യാസ് എവിടുന്ന് വരാൻ? അപ്പൊ ഒരിക്കലും ഗ്യാസും തെറ്റിദ്ധരിച്ചിരിക്കുക. നിങ്ങൾ കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഹാർട്ട് അറ്റാക്ക് വന്നിട്ട് ഇത് ഗ്യാസ് ആണെന്ന് തെറ്റിദ്ധരിച്ച് ഹോസ്പിറ്റലിൽ പോകാതിരിക്കുന്നതാണോ, അതല്ല ഇത് ഗ്യാസ് ആണെങ്കിലും കുഴപ്പമില്ല ഹോസ്പിറ്റലിൽ പോയി ഹാർട്ട് അറ്റാക്ക് ആണെന്ന് വരുത്തുന്നതാണോ നല്ലത്? അപ്പോ നമ്മുടെ ഇപ്പൊ ഈ ഇടയുണ്ടായ ഒരുപാട് മരണങ്ങളിൽ കുറെ മരണങ്ങൾ നമുക്ക് നേരിട്ട് അനുഭവമുള്ള ആൾക്കാരുണ്ട്. ഇതുപോലെ വന്നതും ചെസ്റ്റ് പെയിൻ വന്നു, നേരെ അടുത്ത ഹോസ്പിറ്റലുകളിൽ പോയി. അപ്പോ ഗ്യാസ് ആണെന്ന് അവർ പറഞ്ഞു. ഡോക്ടറോട് പറയും, ഡോക്ടർ എനിക്ക് ഗ്യാസ് ആണെന്ന് തോന്നുന്നു. അപ്പൊ ഒരു ഗ്യാസിന്റെ മരുന്ന് കൊടുക്കും, അല്ലെങ്കിൽ അതിന്റെ മരുന്ന് കിട്ടും. പക്ഷെ ആ ആള് പിന്നെ പെട്ടെന്ന് അവിടെ കൊളാപ്സ് ആവുകയും ഹോസ്പിറ്റലിൽ എത്താൻ മുമ്പേ മരണപ്പെടുകയും ചെയ്ത കേസസ് ഒരുപാടുണ്ട്. ഇപ്പൊ നിങ്ങളൊക്കെ സമൂഹത്തിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരാണ്, നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പൊ അത്തരം നമുക്കൊരു വേദന നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? നമ്മൾ എത്രയും പെട്ടെന്ന് ഒരു മെഡിക്കൽ ചികിത്സ തേടുക എന്നുള്ളതാണ്. കാഷ്വാലിറ്റി സംവിധാനങ്ങളുള്ള ഇത്രയും ഹാർട്ട് അറ്റാക്കും സ്ട്രോക്കും 24 മണിക്കൂറും എമർജൻസി ചികിത്സ ലഭ്യമുള്ള ഹോസ്പിറ്റലിൽ വേണം പോകാൻ. ഇപ്പോൾ അത് നമ്മൾ പോകേണ്ട ഫർവാനി ഹോസ്പിറ്റൽ കാഷ്വാലിറ്റിയിലേക്കാണ്. നമ്മൾ ക്ലിനിക്കിൽ ചെന്ന് കഴിഞ്ഞാൽ അവരവിടെ ECG എടുക്കും. അറ്റാക്ക് ആണെങ്കിൽ അവർ ആംബുലൻസ് വിളിക്കുന്ന സമയത്ത് പിന്നെ സമയം എടുക്കും നമുക്ക് ഹോസ്പിറ്റലിൽ എത്താൻ. നമ്മൾ എത്രയും പെട്ടെന്ന് പോകേണ്ടത് നമ്മുടെ തൊട്ടടുത്തുള്ള ഫർവാനി ആണെങ്കിൽ ഫർവാനിയ, സാൽമി ആണെങ്കിൽ മുബാറക് ഹോസ്പിറ്റൽ, സഭ ഷുവേക്ക് റീജിയൻ ആണ് സഭ ഹോസ്പിറ്റൽ, അല്ലെങ്കിൽ മഹബുള്ള മംഗഫ് ഭാഗത്താണ് അദാൻ ഹോസ്പിറ്റൽ. ഇത്തരം ഹോസ്പിറ്റലിലെ കാഷ്വാലിറ്റിയിലേക്കാണ് നമ്മൾ പോകേണ്ടത്. അവിടെ ഏരിയ പ്രശ്നമല്ല. ഇത്തരം സന്ദർഭങ്ങൾ ഏരിയ നോക്കില്ല. എമർജൻസി ചികിത്സ കൊടുത്തതിന് ശേഷം മാത്രമേ ഏരിയക്ക് പ്രസക്തി ഉള്ളൂ. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എത്രയും പെട്ടെന്ന് നമുക്കൊരു ബുദ്ധിമുട്ട് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ പോകേണ്ടത് എത്രയും പെട്ടെന്ന് തൊട്ടടുത്തുള്ള വലിയ ഹോസ്പിറ്റലുകളിലെ കാഷ്വാലിറ്റിയിലേക്കാണ് നമ്മൾ പോകേണ്ടത്. ഒരിക്കലും നമ്മൾ ഗ്യാസ് ആണെന്ന് പറഞ്ഞാൽ ഡോക്ടറെ അടുത്തേക്ക് നമ്മൾ ചെല്ലരുത്, അല്ലെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് നമ്മൾ ചെല്ലാൻ പാടില്ല. നിങ്ങൾക്ക് അങ്ങനെ ബുദ്ധിമുട്ട് തോന്നിക്കഴിഞ്ഞു, ഇനി നമുക്ക് ഒറ്റയ്ക്ക് പോകാൻ പറ്റുന്ന ബുദ്ധിമുട്ടില്ല, റൂമിലില്ല, വണ്ടിയിൽ ഒന്നുമില്ലെങ്കിൽ നിങ്ങൾക്ക് കൈ കാണിച്ച് വണ്ടി നിർത്താൻ ടാക്സി കിട്ടുന്ന സംവിധാനമാണെങ്കിൽ റോഡിലേക്ക് ഇറങ്ങി കൈ കാണിച്ച് ടാക്സി പിടിച്ച് എന്നെ ഫർവാനി കാഷ്വാലിറ്റിക്ക് കൊണ്ടുപോകാൻ പറയാം. അവിടെ വണ്ടി എത്തിച്ചു കഴിഞ്ഞാൽ ബാക്കി ഹോസ്പിറ്റൽ സ്റ്റാഫ് ആയിക്കോളും. അവിടെ എത്തുന്നതാണ് പ്രധാനം. അപ്പോ ഈ ഹാർട്ട് അറ്റാക്കിനെ കുറിച്ച് ഞാൻ പറഞ്ഞത് ഇതൊക്കെയാണ് ഹാർട്ട് അറ്റാക്ക്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം, നമ്മുടെ ഹാർട്ടിലേക്ക് ബ്ലഡ് പമ്പ് ചെയ്യുന്ന ഈ ധമനി അല്ലെങ്കിൽ ആ രക്തക്കോല ഉണ്ടാകുന്ന ബ്ലോക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓരോ കൊഴുപ്പെല്ലാം അടിഞ്ഞുകൂടി അവസാനം രക്തോട്ടം കുറഞ്ഞു കഴിയുമ്പോൾ ഹാർട്ടിന്റെ ഫംഗ്ഷൻ കുറയും. അത് രോഗികളിൽ വരുമ്പോഴേക്കും നെഞ്ചുവേദന അല്ലെങ്കിൽ ഇത്തരം ബുദ്ധിമുട്ടായിട്ട് ഉണ്ടാവും. കാരണങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഞാൻ വീണ്ടും ഒന്ന് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. പുകയില, ഹൈ കൊളസ്ട്രോൾ, ഡയബറ്റീസ്, ഷുഗർ, അമിതവണ്ണം, സ്ട്രെസ്, നമ്മുടെ ഇവിടുത്തെ ജീവിതം നമുക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് ഭയങ്കര സ്ട്രെസ് ഉണ്ടെന്ന പഠനങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത്. 2022 കുവൈറ്റിൽ നടത്തിയ ഒരു പഠനത്തിൽ ഏറ്റവും കൂടുതൽ ആത്മഹത്യാ ശ്രമം നടന്നിട്ടുള്ളത് ഇന്ത്യൻസിന്റെ ഇടയിൽ നിന്ന് ഏറ്റവും കൂടുതലുള്ള ശതമാനത്തിൽ ഒന്നാമത്തെ രണ്ടാമത്തെ സ്ഥാനത്ത് നമ്മുടെ ഇന്ത്യൻസിന്റെ പോപ്പുലേഷനാണ് ഏറ്റവും കൂടുതൽ ആത്മഹത്യാ ശ്രമങ്ങൾ നടത്തിയിട്ടുള്ളത്. അപ്പോൾ മാനസിക പ്രശ്നങ്ങൾ കൂടുതലുള്ള ആൾക്കാർ നമ്മൾ തന്നെയാണ്. ഇതൊരു പരിധിവരെയൊക്കെ നമ്മുടെ ആൾക്കാർക്ക് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാക്കാൻ ചിലപ്പോൾ കാരണങ്ങളായിരിക്കാം. പാരമ്പര്യം, അഫ്കോഴ്സ് പാരമ്പര്യവും വയസ്സും ഒക്കെ ഒരു കാരണമാണ്. പക്ഷെ കുവൈറ്റിൽ ഏറ്റവും കൂടുതൽ നമ്മൾ കണ്ടുവരുന്ന കുറെ ജീവിത ശൈലികളുണ്ട്, ജീവിത രീതികളുണ്ട്, നമ്മൾ മാറ്റേണ്ടതായിട്ടുള്ള കുറെ കാര്യങ്ങൾ. അപ്പൊ ഇതൊക്കെ എത്തിക്കുന്ന എവിടെയാ? ഒന്നെങ്കിൽ ഹൈപ്പർ ടെൻഷൻ ആയിരിക്കും, ഒന്നെങ്കിൽ ഷുഗർ ആയിരിക്കും, അല്ലെങ്കിൽ പ്രഷർ ആയിരിക്കും. ഷുഗറിന് പ്രഷറും മരുന്നിക്ക് എത്ര ആൾക്കാരുണ്ട് ഇവിടെ ഈ കൂട്ടത്തിൽ? ഒന്ന് കൈവന്തിക്കാമോ? പ്രഷറിനോ ഷുഗറിനോ മരുന്ന് കഴിക്കുന്നത് കൃത്യമായിട്ട് മരുന്ന് കഴിക്കുന്ന ആൾക്കാർ കഴിക്കുന്നുണ്ട് അല്ലേ? ഓക്കെ, ഇത് എന്തായാലും പ്രഷർ കഴിക്കുന്നു. എന്ന് മരുന്ന് കഴിക്കുന്നത്? ടെൽമ. എത്ര ആളെ മരുന്ന് കഴിക്കുന്നു? ഇന്നത്തെ ഒഴിച്ചാൽ മുമ്പ് BP നോക്കിയപ്പോഴാ? ഇന്ന് നോക്കിയതോട്ടെ, ഇതിന് മുമ്പ് എപ്പോഴും നോക്കിയത്? ഒരു മാസം നോക്കി. കൃത്യമായിട്ട് നോക്കുന്നുണ്ടോ? കൃത്യമായിട്ട് നോക്കുന്നുണ്ട്. ഓക്കെ. നമ്മൾ സാധാരണ കണ്ടുവരുന്ന അറിയോ, നമ്മൾ ഒരാൾക്ക് ഇവിടെ അസുഖം വന്നാൽ ഷുഗർ ആയിരിക്കാം, പ്രഷർ ആയിരിക്കാം, എന്തായാലും ആയിക്കോട്ടെ, ഒരു മരുന്ന് എഴുതി കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് ആ മരുന്ന് കുറെ നാൾ കഴിക്കാന്നല്ലാതെ അവർ ഹോസ്പിറ്റലിൽ പോയി കൃത്യമായിട്ട് അതിനൊരു ഫോളോ അപ്പ് നടത്തിയോ നമ്മൾ മരുന്ന് കഴിക്കുന്നത് കൊണ്ട് ഈ സാധനം കുറയുന്നുണ്ടോ അല്ലെങ്കിൽ കൂടാണോ ചെക്ക് ചെയ്യുന്ന ഒരു പരിപാടി ഇല്ല ഇവിടെ പല രീതിയിലും. നമ്മളൊക്കെ കഴിഞ്ഞ ദിവസം ഞങ്ങൾ ക്യാമ്പിൽ പോയി, ഇപ്പൊ ഇന്ന് നോക്കിയപ്പോൾ മിക്കവാറും ഉണ്ടാവും. ആദ്യമായിട്ട് നോക്കുന്നത് BP ഒക്കെ മിക്കവാറും 200 മേളിലായിരിക്കും. മരുന്ന് കഴിക്കുന്നുണ്ട്, മരുന്ന് കൃത്യമായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, പക്ഷെ ഇപ്പോഴും BP കിടക്കുന്നത് 200 മേളിലായിരിക്കും. ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കി, നമ്മൾ എന്താ മരുന്ന് കഴിക്കുന്നത്? നമ്മൾ ഷുഗറോ പ്രഷറോ കൺട്രോൾ ചെയ്യണം മരുന്ന് കഴിക്കുന്നത്. അപ്പൊ നമ്മുടെ ഉദ്ദേശം എന്താണ്? നമുക്കൊരു അസുഖം കണ്ടുപിടിച്ചു, എനിക്ക് ഷുഗർ ഉണ്ട്, എനിക്ക് പ്രഷർ ഉണ്ട്. ഒരു ഡോക്ടർ മരുന്ന് കുറിച്ചാൽ അറ്റ്ലീസ്റ്റ് ഒരു 2 ആഴ്ചയ്ക്കുള്ള ഒരു മാസത്തിനുള്ളിലും നമ്മുടെ പ്രഷർ കൺട്രോൾ ആവണം ഈ മരുന്നിന്റെ സപ്പോർട്ടോട് കൂടെ. കൺട്രോൾ ആയിട്ടില്ലെങ്കിൽ പിന്നെ നമ്മൾ മരുന്നിന്റെ ലെവൽ കൂടിക്കൊണ്ടിരിക്കും. നമുക്കറിയാം ഒരുപാട് ഈ പ്രഷറിന്റെ മരുന്നുകൾ നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. പക്ഷെ ഓരോരുത്തർക്കും വ്യത്യസ്ത രീതിയിൽ മരുന്നുകളാണ് കൊടുക്കണേ. അതെങ്ങനെ കൊടുക്കണേ? ഒരു മരുന്ന് ആദ്യം കൊടുക്കും, എന്നിട്ട് പിന്നെ വീണ്ടും ഒരാഴ്ച കഴിഞ്ഞ് ചെക്ക് ചെയ്യാൻ നോക്കും. അത് കഴിഞ്ഞിട്ട് BP ഓക്കെ ആയിട്ടില്ലെങ്കിൽ അടുത്ത മരുന്നുകൾ കൊടുക്കും, അല്ലെങ്കിൽ അടുത്ത മരുന്ന് ഡോസ് കൂട്ടി കൊടുക്കും. ഈ രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്.
അപ്പൊ നമ്മൾ എന്താ ചെയ്യണം? നമ്മൾ മരുന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ നിർബന്ധമായിട്ടും നമ്മുടെ ബി പി കൺട്രോൾ ആവുന്ന ഒരു റെഗുലർ ആയിട്ടുള്ള ഫോളോ അപ്പ് നിർബന്ധമാണ്. അത് കഴിഞ്ഞ് കൃത്യമായിട്ടുള്ള ചെക്കപ്പ് വേണം. അപ്പോൾ ഇത് നിങ്ങൾക്ക് എത്ര പേർക്ക് പറ്റും നമുക്കറിയില്ല. പക്ഷെ നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ ഇപ്പൊ നിങ്ങളുടെ ജീവിത ജോലി കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ പറയാണ്, എങ്ങനെയൊക്കെ പറ്റുമോ അത്തരം രീതിയിലൊക്കെ ഇത് മാനേജ് ചെയ്യാൻ പറ്റണം. ഈ പറഞ്ഞ ഷുഗറും പ്രഷറും, ഈ രണ്ടാണ് ഏറ്റവും കൂടുതൽ ഈ അസുഖങ്ങൾക്ക് ഉണ്ടാവാനുള്ള കാരണം. ഇനി അടുത്ത് ഞാൻ പറയാൻ പോകുന്ന സ്ട്രോക്കിനെ കുറിച്ചാണ്. ഈ സ്ട്രോക്ക് ഉണ്ടാകുന്ന ഏറ്റവും മെയിൻ കാരണം പ്രഷർ ഹൈ ആയിട്ടാണ്. പെട്ടെന്ന് ആൾ കുഴഞ്ഞു വീണ് നമ്മൾ കാഷ്വാലിറ്റി വരുന്ന പ്രഷർ നോക്കുമ്പോൾ പ്രഷർ 240 160 ഒക്കെ ആയിരിക്കും പ്രഷർ ഉണ്ടാവും. ഇതുവരെ ചികിത്സിച്ചിട്ട് പോലുമില്ല, അല്ലെങ്കിൽ മരുന്ന് കഴിച്ചിട്ട് പോലും ഉണ്ടാവില്ല. അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ ഏറ്റവും കൂടുതൽ നമ്മൾ പ്രവാസികൾ ശ്രദ്ധിക്കേണ്ട രണ്ട് കാരണങ്ങൾ, നമ്മുടെ ഭക്ഷണ രീതി കൊണ്ടും ജീവിതശൈലി കൊണ്ടും മാറ്റങ്ങൾ ഉണ്ടാകുന്ന രണ്ട് കാരണങ്ങളാണ് ഈ ഡയബറ്റീസും പ്രഷറും. ഈ രണ്ട് അസുഖങ്ങളാണ് നമ്മുടെ ഏറ്റവും പ്രശ്നക്കാരനാകും. ഹാർട്ട് അറ്റാക്ക് ആവട്ടെ, സ്ട്രോക്ക് ആവട്ടെ, ഇനി അങ്ങോട്ട് ഷുഗർ ട്രീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഉണ്ടാവുന്ന ഇറണൽ ഫെയിലിയർ, കണ്ണിന് കാഴ്ചക്ക് ഒരുപാട് അസുഖങ്ങൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അസുഖങ്ങൾ വന്നു കഴിഞ്ഞു. പക്ഷെ തീർച്ചയായിട്ടും അതിന് കൃത്യമായിട്ട് മരുന്നുകൾ എടുത്തുകൊണ്ട് നമ്മളത് ഫോളോ അപ്പ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഫോളോ അപ്പ് ചെയ്ത് നമ്മളത് പോകണം, നിർബന്ധമായിട്ടും പോകണം. രോഗലക്ഷണങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞു, ഇനി അത് വീണ്ടും പറയുന്നില്ല. നെഞ്ചുവേദനയും ക്ഷീണവും ശ്വാസതടസ്സവും ഉറക്കവും എല്ലാം ഒക്കെ ഉണ്ടാവും. ഇനി ചെയ്യേണ്ട ചികിത്സ എന്താണെന്ന് ഞാൻ പറഞ്ഞു. എത്രയും പെട്ടെന്ന് നമ്മുടെ ഹോസ്പിറ്റലിൽ ചെല്ലാം. നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് ചിലപ്പോൾ നെഞ്ചിന് ബുദ്ധിമുട്ടുണ്ടായിരിക്കാം, പക്ഷേ കുറച്ച് കഴിയുമ്പോൾ അത് പോകും. അഞ്ചൈന എന്ന് പറയുന്നത് അങ്ങനെ ആർക്കെങ്കിലും ഉണ്ടാവാറുണ്ടെങ്കിൽ, ഇപ്പൊ കുറച്ച് വേദന വന്നു, റെസ്റ്റ് എടുത്തു, വേദന കുറഞ്ഞു. ഇപ്പൊ 2 ദിവസം കഴിഞ്ഞ് വീണ്ടും നെഞ്ചിനൊരു വേദന വന്നു, നിങ്ങൾ റെസ്റ്റ് എടുത്ത് വേദന വീണ്ടും നിന്നു. ഇതൊക്കെ സീരിയസ് ആയിട്ട് എടുക്കേണ്ട വിഷയമാണ്. ഇതിന് നമ്മൾ സ്റ്റേബിൾ അഞ്ചൈന എന്ന് പറയും. അതൊരു ഹാർട്ട് അറ്റാക്കിന്റെ ഒരു തുടക്കത്തിന്റെ ഭാഗമാണ്. ചിലപ്പോൾ റെസ്റ്റ് എടുത്താലും വേദന കുറയില്ല. പിന്നെ വേദന കൂടി നമ്മുടെ ഹാർട്ടിന്റെ പമ്പിങ് കുറഞ്ഞ് പെട്ടെന്ന് ആൾ കുഴഞ്ഞു വീഴുകയും പിന്നെ വീണ് കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് പ്രത്യേകിച്ച് കാര്യമില്ല. അപ്പോൾ അങ്ങനത്തെ വേദനകൾ വന്നാൽ തീർച്ചയായിട്ടും ഹോസ്പിറ്റലിൽ പോകണം. ഹോസ്പിറ്റലിൽ ചെന്ന് നമ്മുടെ സിംറ്റംസ് പറഞ്ഞാൽ അവർ ആദ്യം ECG ചെയ്യും, അതല്ലെങ്കിൽ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പറയും. അപ്പൊ ആദ്യം ബ്ലഡ് ടെസ്റ്റിംഗ് നോർമൽ ആയിരിക്കും. അപ്പോൾ അവർ പറയും ഒരു 6 മണിക്കൂർ വെയിറ്റ് ചെയ്ത് ടെസ്റ്റും കൂടി ചെയ്യാനുണ്ട്. പലരും പറയും ഇനി അതിന്റെ കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞ് തിരിച്ചു വരുന്ന ആൾക്കാരുണ്ട്. നിർബന്ധമായിട്ട് 6 മണിക്കൂർ വെയിറ്റ് ചെയ്യണം. കാരണം നമ്മുടെ ഹാർട്ടിൽ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ, ഹാർട്ടിന്റെ മസിൽസിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ ഹാർട്ടിൽ ഉണ്ടാക്കുന്ന കുറെ എൻസൈംസ് ഉണ്ട്, കുറെ കെമിക്കൽസ് ഉണ്ട്. ഈ കെമിക്കൽസിന്റെ അളവ് നോക്കിയിട്ടാണ് ഈ രോഗിക്ക് ഹാർട്ട് അറ്റാക്ക് വന്നിട്ടുണ്ടോ ഇല്ലെന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പൊ അത് നിർബന്ധം അറിയണമെങ്കിൽ നിർബന്ധമായിട്ട് 6 മണിക്കൂർ വെയിറ്റ് ചെയ്യേണ്ടി വരും. ആ റിപ്പോർട്ട് നോർമൽ ആണെങ്കിൽ അവർ പറയും ഓക്കെ ഇനി അടുത്ത ദിവസം ഒന്ന് TMT ചെയ്ത് നോക്കണം. എന്തുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് നെഞ്ചുവേദന വരുന്നത്? അപ്പോൾ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ചികിത്സകളെല്ലാം ചെയ്ത് നമുക്കൊരു ഹാർട്ട് അറ്റാക്ക് ഇല്ല എന്ന് ഉറപ്പുവരുത്തണം. ഇനി ഞാൻ നേരത്തെ പറഞ്ഞു നമുക്കൊരു നെഞ്ചുവേദന വന്നു, നിങ്ങൾ എത്രയും പെട്ടെന്ന് വണ്ടി പിടിച്ച് ഹോസ്പിറ്റലിൽ വന്നു. ഹോസ്പിറ്റലിൽ ആദ്യം ചെയ്യുന്നത് നിങ്ങൾ എത്രയും പെട്ടെന്ന് ECG എടുത്ത് നോക്കും. ECGയിൽ എത്രയും ചേഞ്ച് ഉണ്ടെങ്കിൽ ഉടനെ നിങ്ങളെ പോസ്റ്റ് ചെയ്യുന്നത് ആൻജിയോപ്ലാസ്റ്റി എന്ന സംഭവത്തിനാണ്. മുമ്പൊക്കെ വില കൂടെ മരുന്നുകൾ കൊടുത്ത് ബ്ലോക്ക് മാറ്റുണ്ടായിരുന്നു. നിങ്ങളൊക്കെ ചെറുപ്പകാലങ്ങളിലോ അല്ലെങ്കിൽ അറിയാം നമ്മുടെ നാട്ടിലെ മെഡിക്കൽ കോളേജ് ചെന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് അറ്റാക്ക് ആയിട്ട് ചെന്ന് ഒരു വില കൂടിയ മരുന്ന് കൊടുത്തെന്ന് കേട്ടിട്ടുണ്ടാവും. അന്ന് മരുന്ന് കൊടുത്താൽ ബ്ലോക്ക് മാറ്റിക്കൊണ്ടിരുന്നത്. ഇപ്പൊ ആദ്യം ചെയ്യുന്ന മരുന്നിന് പകരം കൊടുക്കുന്ന സ്റ്റെന്റ് ഇടുന്ന പരിപാടിയാണ്. സ്റ്റെന്റ് ഇടണമെങ്കിൽ നമ്മൾ മിനിമം 12 മണിക്കൂറുള്ള ഹോസ്പിറ്റലിൽ വരണം. നമുക്ക് നെഞ്ചുവേദന തുടങ്ങി നമ്മൾ 12 മണിക്കൂർ ഹോസ്പിറ്റലിൽ വന്നാൽ മാത്രമേ സ്റ്റെന്റ് ഇടാൻ പറ്റുള്ളൂ. അതിനുശേഷം വന്നു കഴിഞ്ഞാൽ പിന്നെ സ്റ്റെന്റ് ഇടാൻ പറ്റില്ല. പക്ഷെ 12 മണിക്കൂർ ഏറ്റവും മാക്സിമം ടൈമാണ്. അസുഖം തുടങ്ങി അരമണിക്കൂർ, 1 മണിക്കൂർ, 2 മണിക്കൂർ, 3 മണിക്കൂറുള്ളിൽ ഹോസ്പിറ്റലിൽ എത്തിക്കഴിഞ്ഞാൽ സ്റ്റെന്റ് ഇടാൻ പറ്റിയാൽ ആ രോഗി ജീവിതത്തിൽ തിരിച്ചു വരാനുള്ള ചാൻസ് ഒരുപാട് കൂടുതലാണ്. 12 മണിക്കൂർ കഴിഞ്ഞ് ചെന്നാലും രക്ഷപ്പെട്ടിരിക്കാം, പക്ഷെ ചാൻസസ് ആർ ലെസ്, അല്ലെങ്കിൽ ചാൻസസ് വളരെ കുറവാണ്. അപ്പോൾ എന്താണ് എങ്ങനെ സ്റ്റെന്റ് ഇടുന്നത്? അപ്പൊ 2 രീതിയിലുള്ള ചികിത്സാ രീതിയിലുള്ള ഹാർട്ട് അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ, ഒന്ന് മരുന്ന് കൊടുത്ത് ബ്ലോക്ക് അലിയിക്കുന്ന രീതി, രണ്ടാമത് സ്റ്റെന്റ് ഇടുന്ന രീതി. എവിടെ സ്റ്റെന്റ് ഇടുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞു നിങ്ങൾക്ക് ബ്ലോക്ക് ഉണ്ടെന്ന് ഞാൻ കാണിച്ചു. രക്തക്കുഴലിൽ ബ്ലോക്ക് ഉണ്ടാവും. ആ ബ്ലോക്കിന്റെ അവിടെ ഇപ്പൊ നിങ്ങൾ ഈ ചിത്രം നോക്കിയാൽ മനസ്സിലാവും. ഇവിടെ കണ്ടോ, ഇവിടെ നമ്മുടെ രക്തക്കുഴലിൽ കാണുന്നുണ്ടോ? ഈ രക്തക്കുഴലിൽ ബ്ലോക്ക് വന്നിട്ട് നമ്മളത് സ്റ്റെന്റ് ഇട്ട് നേരെയാക്കുക ചെയ്യണം. അപ്പോൾ ഒരു ബലൂൺ പോലെ സാധനം അകത്തോട്ട് കയറ്റി വെച്ച് ആ ബലൂൺ വീർപ്പിച്ച് കഴിയുമ്പോൾ ആ ബ്ലോക്ക് മാറും. ഇതിനാണ് നമ്മൾ സത്യം പറഞ്ഞാൽ സ്റ്റെന്റ് ഇടുക എന്ന് പറയുന്നത്. ചിലപ്പോൾ ഒരാൾക്ക് 1 സ്റ്റെന്റോ 2 സ്റ്റെന്റോ 3 സ്റ്റെന്റൊക്കെ വേണ്ടി വരും. അപ്പോൾ ഇത് ചെയ്യണമെങ്കിൽ നമ്മൾ കൃത്യസമയത്ത് ഹോസ്പിറ്റലിൽ എത്തണം. എത്തിക്കഴിഞ്ഞ് ECG ചെയ്യണം. ECGയിൽ ബ്ലോക്ക് ഉണ്ടെന്ന് മനസ്സിലാക്കണം. നമ്മൾ ബാക്കി ടെസ്റ്റുകൾ ചെയ്ത് നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിയാൽ മാത്രമേ. ഇപ്പൊ ഫർവാനി ഹോസ്പിറ്റലിൽ ചെന്ന ഫർവാനി ഹോസ്പിറ്റലിൽ സ്റ്റെന്റ് ഇടുന്ന സംവിധാനം ഇല്ല. അപ്പോൾ അവരെന്ത് എത്രയും പെട്ടെന്ന് ചെസ്റ്റ് ഹോസ്പിറ്റലിലേക്ക് മാറ്റും. അപ്പോൾ ഈ മാറ്റാനുള്ള സമയം നമ്മൾ ഉണ്ടാക്കണം. ആ മാറ്റുന്ന സമയം കൊണ്ട് നമ്മൾ ലേറ്റ് ആയി പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സ്റ്റെന്റിന് കിട്ടാനുള്ള ചാൻസസ് വീണ്ടും കുറവാണ്. ബാക്കി ഫർവാനി ഹോസ്പിറ്റലിൽ മാത്രമേ ഇല്ലാത്തതുള്ളൂ. ജഹ്റയിലും അദാനിലും മുബാറക്കിലൊക്കെ ഈ സ്റ്റെന്റ് ഇടാനുള്ള സംവിധാനങ്ങൾ ഹോസ്പിറ്റലിൽ തന്നെ അവൈലബിൾ ആണ്. ഫർവാനിൽ മാത്രം നിലവിൽ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അപ്പൊ അത്തരം ഹോസ്പിറ്റലിൽ വന്നു കഴിഞ്ഞാൽ അവർ സഭാ ഹോസ്പിറ്റലിലേക്ക് ബാക്കി ഹോസ്പിറ്റലിലേക്ക് മാറ്റി എത്രയും പെട്ടെന്ന് സ്റ്റെന്റ് ഇടാനുള്ള സംവിധാനം ചെയ്യാണ് പതിവ്. അപ്പൊ ഇതിനൊക്കെ നമ്മൾ ചെയ്യേണ്ടത്, നമുക്കൊരു ലക്ഷണം വന്നാൽ ഗ്യാസ് ആണ് തെറ്റിദ്ധരിക്കാതെ ഇത് കാര്യമായിട്ട് എടുത്ത്, വേദന വന്നില്ലെങ്കിൽ ചെസ്റ്റ് പെയിൻ ആയിരിക്കും. ഞാൻ പറഞ്ഞു 30-40% ആൾക്കാർക്കും ലക്ഷണങ്ങൾ ഉണ്ടാവില്ല. അവർക്ക് ഉണ്ടാവുന്നത് ചിലപ്പോൾ നമ്മൾ സാധാരണ കാണുന്ന രീതികൾ എന്തെങ്കിലും വ്യത്യസ്തമായ ലക്ഷണങ്ങളായിരിക്കാം.
അത്തരം ലക്ഷണങ്ങൾ എന്തെങ്കിലും നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ, സാധാരണഗതിയിൽ കൂടുതൽ ഒരു തളർച്ച അല്ലെങ്കിൽ തലകറക്കാണോ അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായിട്ടും കാര്യമായിട്ട് എടുത്ത് ചികിത്സിക്കേണ്ടതോ അല്ലെങ്കിൽ ചികിത്സ തേടേണ്ടതോ ആണ്. ഇത്രയാണ് എനിക്ക് സമയത്തിന്റെ പ്രാധാന്യം ഞാൻ പറഞ്ഞു. ഏറ്റവും വിലപ്പെട്ട സമയം, സെക്കൻഡുകൾക്ക് വിലയുണ്ട്. നമ്മൾ ഹോസ്പിറ്റൽ എത്രയും നേരത്തെ ചെന്നാൽ ഈ സ്റ്റെന്റ് ചികിത്സകൾക്കൊക്കെ സമയത്തിന് വളരെ പ്രാധാന്യമുള്ള സമയങ്ങൾ തന്നെയാണ്. ഇനി വരാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്തുകൊണ്ട് ഹാർട്ട് അറ്റാക്ക് വരുന്നതെന്ന്. നിങ്ങൾ നേരത്തെ ഡോക്ടർ പറഞ്ഞ പോലെ നിങ്ങൾ ഓരോ പഫ് എടുക്കും, നിങ്ങൾക്ക് അറിയാം ഇത് പ്രശ്നമാണെന്ന്. നിങ്ങൾ കൊഴുപ്പുള്ള ഭക്ഷണം കഴിക്കും, നിങ്ങൾക്ക് അറിയാം. ഷുഗർ ഉണ്ടെങ്കിൽ ആൾക്കാർ പറയും ഷുഗർ ആണ്, എന്നാലും ഐസ്ക്രീം ഒരു സിപ്പ് എടുക്കുന്ന ആൾക്കാർ ഇവിടെ ഉണ്ട്, അല്ലേ? അപ്പോൾ ഞാൻ വരാതിരിക്കാനുള്ള കാരണങ്ങൾ ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല. പക്ഷേ നമുക്ക് മാറ്റേണ്ട കുറച്ച് ജീവിതശൈലികൾ പോയിട്ടുണ്ട്. നമ്മൾ സാധാരണ വെള്ളം കുടി വളരെ മോശമാണ് ആൾക്കാരുടെ, അല്ലേ? തീരെ വെള്ളം കുടിക്കാൻ വളരെ മോശമാണ് ആൾക്കാർ. സാധാരണഗതിയിൽ അറ്റ്ലീസ്റ്റ് 2 ലിറ്ററോ അല്ലെങ്കിൽ 3 ലിറ്റർ കുടിക്കേണ്ട സ്ഥാനത്ത് 2, 3, 4 ഗ്ലാസ് അത്രയും കുടിക്കാൻ പറ്റുന്നുള്ളൂ എല്ലാവർക്കും. രണ്ടാമത്തെ ഉറക്കം. എല്ലാവരുടെയും സ്ലീപ്പ് പാറ്റേൺ ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആണ്. കിടക്കുന്നത് 11 മണിക്ക് 12 മണിക്കായിരിക്കും, എണീക്കുന്നത് 4 മണിക്ക് 5 മണിക്ക് എണീറ്റ 5 മണിക്കൂർ 4 മണിക്കൂർ കഷ്ടി ഉറങ്ങുന്ന ആൾക്കാർ. ഭക്ഷണത്തിന്റെ സമയം, ഭക്ഷണത്തിന്റെ ആ കഴിക്കുന്ന സാധനങ്ങൾ, ഇതൊക്കെ നമ്മൾ തീർച്ചയായിട്ടും ഒരു പ്രായം കഴിഞ്ഞാൽ നമ്മളായിട്ട് കൺട്രോൾ വരുത്തി ജീവിതശൈലി മാറ്റം വരുത്തി കഴിഞ്ഞാൽ ഒരു പരിധി വരെയൊക്കെ ഞാൻ ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ കൊഴുപ്പിന്റെ അളവ് കൂടാത്ത ഭക്ഷണങ്ങൾ, കൃത്യമായിട്ട് നന്നായിട്ട് വെള്ളം കുടിക്കുകയും നന്നായിട്ട് ഉറങ്ങുകയും. നിർബന്ധമാണ് ഉറക്കം ഒരു മനുഷ്യൻ എന്തൊക്കെ ജോലി തിരക്കാണെങ്കിലും. ഇപ്പൊ നിങ്ങൾ പറയും എനിക്ക് നൈറ്റ് ഡ്യൂട്ടി എന്ത് ചെയ്യാൻ പറ്റും? നൈറ്റ് ഡ്യൂട്ടി ആൾക്കാർ പകൽ ഉറങ്ങണം. നമ്മൾ ഏറ്റവും കൂടി ചെലവഴിക്കുന്ന ഈ ഫോൺ യൂസിൽ, നമ്മൾ ഫോൺ യൂസ് ചെയ്തുകൊണ്ട് ബാത്റൂമുകളിലും അല്ലെങ്കിൽ കിടക്കുന്ന സമയത്ത് 2-3 മണിക്കൂറൊക്കെ നമ്മൾ ഇരിക്കുന്നത്. അപ്പൊ നമ്മുടെ സ്ലീപ്പ് പാറ്റേൺ ഭയങ്കര മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഉറക്കമില്ലായ്മ അത് ഒരു കാരണമുണ്ട് അതിനൊക്കെ. അപ്പൊ ഉറക്കം, നമ്മുടെ സ്ട്രെസ്സിനെ നമ്മൾ കുറയ്ക്കണം. എങ്ങനെ സ്ട്രെസ് കുറയ്ക്കാൻ പറ്റും? ഇവിടെ നമ്മുടെ കൂട്ടായ്മയ്ക്ക് നല്ല പ്രസക്തി ഉണ്ട്. കാന്തിസ്മൃതി അല്ലെങ്കിൽ കുറെ പോയിട്ടുള്ള സംഘടനകൾക്ക് എല്ലാവർക്കും നമ്മുടെ ഓരോ മനുഷ്യന്റെയും കൂടെയുള്ള കൂട്ടായ്മ പങ്കെടുത്ത് അല്ലെങ്കിൽ നമ്മുടെ കൂടെ നടക്കുന്ന ആൾക്കാരുടെ സ്ട്രെസ് കുറയ്ക്കാൻ വളരെയേറെ പങ്കുണ്ട്. ഒരാൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ ആ പ്രശ്നങ്ങൾ തിരിച്ചറിഞ്ഞ് അവർക്ക് വേണ്ട സഹായങ്ങളോ അല്ലെങ്കിൽ മെന്റൽ സപ്പോർട്ട് കൂടെ നിൽക്കാൻ, ചേർത്ത് നിർത്താൻ സംഘടനകൾക്ക് പറ്റിയാൽ കൂടെ നിർത്താനുണ്ടെങ്കിൽ ഒരു പരിധി വരെയൊക്കെ ഈ സമ്മർദ്ദങ്ങൾ കുറയ്ക്കാനുള്ള സംവിധാനം ഉണ്ടാവും തീർച്ചയായിട്ടും. അതല്ല, ഐസൊലേറ്റഡ് ജീവിക്കുന്ന ആൾക്കാരാണെങ്കിൽ, ക്യാമ്പുകളിൽ പോയി ജീവിക്കുന്ന ആൾക്കാർ, അവർക്ക് വേറൊരു ലോകമില്ല. ഡ്യൂട്ടി, വീട്, ഹോസ്റ്റൽ, ഫുഡ്, അത് മാത്രമേ ഉള്ളൂ. അപ്പം ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയങ്ങളാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ ഉറക്കത്തിന്റെ പാറ്റേൺ എല്ലാവരും മാറ്റി ഉറങ്ങാൻ ശ്രമിക്കുക, നന്നായിട്ട് വെള്ളം കുടിക്കാൻ ശ്രമിക്കുക, ഭക്ഷണ കാര്യത്തിൽ സമയം കൃത്യത പാലിക്കുക. നിങ്ങൾ എന്ത് കഴിച്ചു എന്നുള്ളതല്ല, എപ്പോൾ കഴിക്കുന്നു, എത്ര കഴിക്കുന്നു വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കും. ഇനി വീണ്ടും ഞാൻ രണ്ടാമത്തിലേക്ക് വരുന്നു, സ്ട്രോക്ക്. ഞാനിപ്പോൾ പറഞ്ഞത് ഹാർട്ട് അറ്റാക്ക് നേരെ നമ്മുടെ ഹാർട്ടിനെ ബാധിക്കുന്ന അസുഖമാണെങ്കിൽ ഇതേ അസുഖ രീതി നമ്മുടെ തലച്ചോറിൽ അത് എങ്ങനെ ഉണ്ടാവും? തലച്ചോറിലേക്ക് രക്തം കൊടുക്കുന്ന ധമനികൾ ബ്ലോക്ക് വന്നാൽ ഉണ്ടാവുന്ന അസുഖമാണ് സ്ട്രോക്ക്, പക്ഷാഘാതം എന്ന സാധനം. ഈ പക്ഷാഘാതത്തിന്റെ പ്രശ്നം എന്താണെന്നറിയോ? ഇത് ഹാർട്ട് അറ്റാക്ക് ചിലപ്പോൾ വന്ന ആൾ മരിച്ചങ്ങ് പോകും. പക്ഷെ സ്ട്രോക്ക് വന്ന പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ആൾ മരിക്കുമെന്ന് ചോദിച്ചാൽ മരിക്കില്ല, എന്നാൽ ജീവനോടെ ഉണ്ടോ? ജീവനോടെ ഉണ്ട്, പക്ഷെ ഓക്കെ അല്ല. ഇങ്ങനെ കിടക്കുന്ന രോഗി, ഇപ്പം എന്റെ ICUയിൽ തന്നെ 2 ആൾക്കാർ കിടക്കുന്നുണ്ട്. അവര് വെന്റിലേറ്ററിന്റെ സഹായത്തോടെയാണ് ജീവിച്ചിരിക്കുന്നത്. അവർക്ക് ഓർമ്മയൊന്നുമില്ല, എന്നാൽ മരിച്ചു പോയില്ല. നമ്മുടെ നാട്ടിലാണെങ്കിൽ പെട്ടെന്നൊരു സ്ട്രോക്ക് വന്ന് ജീവിതത്തിൽ തിരിച്ചു വരാൻ ചാൻസ് ഇല്ലെങ്കിൽ നമുക്ക് എഴുതി ഒപ്പിട്ട് കൊടുത്താൽ മതി. ചികിത്സ തുടരാൻ താല്പര്യമില്ല എന്ന് ബന്ധപ്പെട്ട ആൾക്ക് ഒപ്പിട്ട് കൊടുത്താൽ വെന്റിലേറ്ററിന്റെ സഹായം മാറ്റും, ആള് മരിക്കും, സമയമാക്കണം. പക്ഷെ ഈ കുവൈറ്റിൽ അങ്ങനെ ഇല്ല. ഇവിടെ നിയമം അങ്ങനെയല്ല. വെന്റിലേറ്ററിൽ വെച്ചുകൊണ്ടിരിക്കും. ഇയാൾ നാട്ടിൽ കൊണ്ടുപോകാൻ പറ്റുമോ? കൊണ്ടുപോകാൻ പറ്റും, പക്ഷെ ഒരു 3000 മുതൽ 4000 ദിനാർ വരെ ചെലവ് വരും. കൊണ്ടുപോയിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. കാരണം ഓർമ്മയില്ല, ഒന്നുമില്ല, ഇങ്ങനെ കിടക്കുന്നു. കണ്ണ് തുറന്നോ അല്ലെങ്കിൽ കണ്ണടച്ചോ വെന്റിലേറ്ററിന്റെ സഹായത്തോടെ മാത്രം കിടക്കുന്ന ഒരു അവസ്ഥ. ഇതൊക്കെ സ്ട്രോക്ക് കൊണ്ട് ഏറ്റവും കൂടുതൽ ഉണ്ടാവുന്നത്. അപ്പൊ നമ്മുടെ തലച്ചോറിലേക്ക് കൊടുക്കുന്ന രക്തക്കുഴലിൽ ഉണ്ടാവുന്ന ബ്ലോക്ക് കാരണം ഉണ്ടാവുന്ന, അല്ലെങ്കിൽ നമ്മുടെ തലച്ചോറിൽ ഉണ്ടാവുന്ന ബ്ലീഡിംഗ് കൊണ്ട് ഉണ്ടാവുന്നതാണ് സ്ട്രോക്ക്, പക്ഷാഘാതം. എങ്ങനെ ബ്ലീഡിംഗ് ഉണ്ടാവുന്ന മെയിൻ കാരണം വീണ്ടും ഞാൻ പറഞ്ഞ പോലെ പ്രഷറിന് കൂടുമ്പോഴാണ്. അമിതമായ സ്ട്രെസ്സാണ്, ജോലി സമയത്തിന്റെ പ്രശ്നം, നമ്മൾ കഴിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ ഈ നേരത്തെ പറഞ്ഞ എല്ലാ കാരണങ്ങളും നമുക്ക് ഇവിടെ ബന്ധപ്പെടുത്താൻ പറ്റും. ഇവിടെ 2 കാരണം കൊണ്ട് സ്ട്രോക്ക് ഉണ്ടാകുന്നത്. ഒന്ന്, രക്തക്കൊള്ളിൽ ഉണ്ടാകുന്ന ബ്ലോക്ക് ആയിരിക്കാം. രണ്ടാമത്തെ, രക്തക്കൊള്ളിൽ പൊട്ടിയിട്ടുണ്ടാവുന്നതായിരിക്കാം. പൊട്ടിക്കഴിഞ്ഞിട്ട് ബ്ലീഡിംഗ് ഉണ്ടായി കഴിഞ്ഞാൽ ചികിത്സകൾ വളരെ വിരളമാണ്. ഓപ്പറേഷൻ ചെയ്താലും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റുമായിരിക്കും, ഓപ്പറേഷൻ ചെയ്യേണ്ട ഡോക്ടർ പറഞ്ഞു, ചെയ്തിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ്? ഒരുപാട് സ്ഥലത്ത് ബ്ലീഡിംഗ് ഉണ്ടാവും, അത് ചെയ്തിട്ട് കാര്യം ഉണ്ടാവില്ല. നേരെ മറിച്ച് തലച്ചോറുണ്ടാകുന്ന ബ്ലോക്ക് കൊണ്ടാണ് ഈ സ്ട്രോക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ ബ്ലോക്ക് അലിയിച്ച് കളയാനും ആ ബ്ലോക്ക് മാറ്റാനും നമ്മൾ ഹാർട്ടിൽ സ്റ്റെന്റ് ഇട്ട പോലെ സ്റ്റെന്റിങ് സംവിധാനങ്ങളൊക്കെ ചെയ്യാനുള്ള ചികിത്സാ രീതികളിൽ ഇന്ന് കുവൈറ്റിലും എല്ലാ നാട്ടിലും അവൈലബിൾ ആണ്. ഇത്തരം ചികിത്സകൾക്ക് എല്ലാ കാഷ്വാലിറ്റികളിലും, ഞാൻ ഈ പറഞ്ഞ ഫർവാനിയ, ജഹ്റ, എല്ലാ ഹോസ്പിറ്റലിലെ കാഷ്വാലിറ്റിയിലും 24 മണിക്കൂർ സർവീസ് അവൈലബിൾ ആണ്. അവിടെ ഇന്ത്യയിൽ നിന്നും കുവൈറ്റിൽ നിന്നും ഒരു പ്രത്യേകിച്ച്
ഒരു ഡിഫറൻസിയേഷൻ അവിടെ ഇല്ല. ഇത്തരം അസുഖങ്ങളായിട്ട് വന്ന ആൾക്കാർ എത്രയും പെട്ടെന്ന് സ്ട്രോക്ക് ടീമിനെ ആക്ടിവേറ്റ് ചെയ്യും, CT സ്കാൻ പെട്ടെന്ന് ചെയ്യും, ചികിത്സാ രീതികൾ എത്രയും പെട്ടെന്ന് അവർ ചെയ്തിരിക്കും. ഇനി സ്ട്രോക്ക് തിരിച്ചറിയാനുള്ള ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? സാധാരണ 3 ലക്ഷണങ്ങളാണ് സ്ട്രോക്ക് എന്ന് പറയുന്നത്. ഒന്ന്, നമ്മുടെ വായ ഒരു ഭാഗത്തേക്ക് കോടിപ്പോവും. ഒന്ന്. രണ്ടാമത് സംസാരിക്കുമ്പോൾ നമുക്കൊരു ഒരു കൊഞ്ഞൽ ഫീൽ ചെയ്യും. എനിക്ക് എന്താ പറയാന്നറിയില്ല അതിന്. നമ്മുടെ മുഖം ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ കൂടുന്ന പോലത്തെ സ്ലറിംഗ് ഓഫ് സ്പീച്ച് എന്ന് പറയും. സംസാരിക്കുമ്പോൾ ഒരു വ്യത്യാസം ഉണ്ടാവും. മൂന്നാമത്തത്, നമ്മളൊരു ഭാഗത്തേക്ക് രണ്ട് കൈ ഒരുമിച്ച് പൊക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പൊ ഇങ്ങനെ പൊക്കാൻ പറ്റില്ല. ഒരു കൈ മാത്രമേ പൊങ്ങുള്ളൂ, മറ്റേ കൈ പൊങ്ങില്ല. അപ്പൊ ഇതിൽ നമുക്ക് ഈ മെയിൻ 3 ലക്ഷണങ്ങളാണ് പറയുന്നത് സ്ട്രോക്കിന്. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നി, അല്ലെങ്കിൽ നിങ്ങളെ കൂടെയുള്ള ആൾക്കാർക്കോ എന്തെങ്കിലും അങ്ങനെ തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ എത്രയും നിങ്ങൾ ഉള്ളിലേക്ക് പോകേണ്ടത് ഇത് മിക്കവാറും സ്ട്രോക്ക് കൊണ്ടായിരിക്കണം. ചില ആൾക്കാർക്ക് ചെറിയൊരു തരിപ്പ് മാത്രമേ ഉണ്ടാവുള്ളൂ, വെറും സംസാരിക്കുമ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ട് മാത്രമേ ചിലപ്പോൾ ഉണ്ടാവുള്ളൂ. പക്ഷെ അതും സ്ട്രോക്കിന്റെ ലക്ഷണങ്ങളാണ്. ഇത് 3 വരണം ഒരു നിർബന്ധവുമില്ല. വായ ഒരു ഭാഗത്തേക്ക് കോടിയാലോ, നമ്മുടെ കയ്യിൽ ഒരു ഭാഗം തളർച്ച വന്നാലോ, ഒരു ഭാഗം മൊത്തം തളർന്നു പോയാലോ, തലവേദന, അതുപോലെ തന്നെ ഛർദി, ഓക്കാനം, തലകറക്കം, എല്ലാ ലക്ഷണങ്ങളാണ്. പക്ഷെ മെയിൻ ആയിട്ടും പറയുന്ന 3 സാധനങ്ങളാണ് ഈ പറഞ്ഞ സ്ലേർഡ് സ്പീച്ച്, ഡീവിയേഷൻ, വായ ഒരു ഭാഗത്തേക്ക് കോടിയിരിക്കുന്ന അവസ്ഥ, കൈ പൊക്കാൻ പറ്റാത്ത അവസ്ഥ. ഇത് 3 സ്ട്രോക്കിന്റെ ഏറ്റവും വലിയ ലക്ഷണങ്ങൾ. ഇവിടെ സമയത്തിന് വളരെ പ്രാധാന്യമുണ്ട്. ഞാൻ ഈ പറഞ്ഞ ബ്ലോക്ക് മാറ്റാനുള്ള മരുന്ന് കൊടുക്കണമെങ്കിൽ ലക്ഷണങ്ങൾ തുടങ്ങി 3.5 മണിക്കൂറിനുള്ളിൽ കാഷ്വാലിറ്റി വന്നാൽ മാത്രമേ ഈ മരുന്ന് കൊടുക്കാൻ പറ്റുള്ളൂ. അതിനുശേഷം വന്നാൽ ഈ മരുന്നിന് പ്രസക്തി ഇല്ല, മരുന്ന് കൊടുത്തിട്ട് കാര്യമില്ല. അപ്പോൾ ഡോക്ടർമാർ എഴുതും കൺസർവേറ്റീവ് ട്രീറ്റ്മെന്റ് ഓൺലി. അപ്പോൾ ഓൾറെഡി ആളൊരു ഭാഗത്തേക്ക് തളർന്ന് കൈ പൊക്കാതെ കാല് പൊക്കാൻ പറ്റാതെ കാഷ്വാലിറ്റി എത്തിയിട്ട് 3.5 മണിക്കൂർ ശേഷമാണ് എത്തിയിട്ടുള്ളതെങ്കിൽ പിന്നെ ആ രോഗി അങ്ങനെ തന്നെ കിടക്കുള്ളൂ. ഇനി ബ്ലീഡിങ് കൂടിയിട്ടാണെങ്കിലും ആ ഒരു ചാൻസ് വളരെ കുറവാണ്. നേരെ മറിച്ച് നമുക്കൊരു പക്ഷാഘാത ലക്ഷണങ്ങൾ തുടങ്ങി, നമ്മൾ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ ചെന്നു, ഹോസ്പിറ്റലിൽ നമുക്ക് സ്ട്രോക്ക് ആണെന്ന് മനസ്സിലാക്കി എത്രയും പെട്ടെന്ന് അവർ നമുക്ക് ഈ ബ്ലോക്ക് മാറാനുള്ള മരുന്ന് നൽകാൻ പറ്റിയാൽ നമ്മൾ പൂർണ്ണമായും ജീവിതത്തിൽ തിരിച്ചു വരുന്ന അവസ്ഥ ഞങ്ങളെല്ലാം നേരിട്ട് കാണുന്നതാണ്. ഞങ്ങൾ ഈ പറയുന്ന ഒന്നും ഞങ്ങൾ ബുക്ക് നിർത്തി പറയുന്നതല്ല, നമ്മൾ ഡെയിലി നമ്മൾ കാണുന്ന അവസ്ഥകളാണ്. എന്റെ ഹോസ്പിറ്റലിൽ കാണുന്നു. ഇനി ബാക്കിയുള്ള ആൾക്കാർ നമ്മളെ ഫോൺ ചെയ്ത് പറഞ്ഞിട്ട് നമ്മൾ ബാക്കിയുള്ള ഹോസ്പിറ്റലിൽ പോയിട്ട് നമ്മൾ കാണുന്ന അവസ്ഥകളാണ് ഈ കാണുന്നതൊക്കെ. ഡെയിലി ഓരോരോ അനുഭവങ്ങൾ നമുക്ക് എല്ലാവർക്കും ഞങ്ങളുടെ കൂടെ ചോദിച്ചാൽ പറയാനുണ്ടാവും. ഈ പറഞ്ഞ സ്ട്രോക്കിന്റെ ആയാലും ഹാർട്ട് അറ്റാക്കിന്റെ ആയാലും. ഹാർട്ട് അറ്റാക്ക് വന്നപ്പോൾ ഗ്യാസ് ആണെന്ന് ചോദിച്ചാൽ ഹോസ്പിറ്റലിൽ പോയില്ല, പിറ്റേ ദിവസം ആള് കൊളാപ്സ് ആയി. സ്ട്രോക്ക് ഇന്നലെ ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു, കാര്യമാക്കിയില്ല, പിറ്റേ ദിവസം സ്ട്രോക്ക് മുഴുവനായി, ആളിപ്പോ വെന്റിലേറ്ററിലാണ്, ഹോസ്പിറ്റലിലാണ്, ഒന്നും ചെയ്യാൻ പറ്റിയില്ല. നേരത്തെ പ്രഷർ ഉണ്ടായിരുന്നു, മരുന്ന് കഴിച്ചില്ല, കുറെ എക്സസൈസ് ചെയ്തു, പക്ഷെ പ്രഷർ കുറഞ്ഞില്ല, ഇപ്പൊ തലച്ചോറ് ബ്ലഡ് ക്ലോട്ടായി. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പൊ സ്ട്രോക്കിന്റെ ലക്ഷണങ്ങൾ ഞാൻ പറഞ്ഞു. ഇനി സ്ട്രോക്കിന്റെ ചികിത്സാ രീതികൾ 2 രീതിയിലാണ്. ഒന്ന്, രക്തക്കട്ട അലിയിച്ച് മരുന്ന് കൊടുത്ത് അലിയിക്കുന്ന രീതി. ഞാൻ വീണ്ടും പറയുന്നു, 3.5 മണിക്കൂറിനുള്ളിൽ ഹോസ്പിറ്റലിൽ എത്തിയാൽ മാത്രമേ നമുക്ക് ഈ മരുന്ന് നൽകാൻ പറ്റുള്ളൂ. അതിനുശേഷം എത്തിക്കഴിഞ്ഞാൽ മരുന്ന് കൊടുക്കില്ല, കാരണം വീണ്ടും ബ്ലീഡിങ് കൂടുമെന്ന് വെച്ച് കൊടുക്കില്ല. ഇനി ബ്ലീഡിങ് കൊണ്ടാണ് ഈ ഉണ്ടാവുന്നതെങ്കിലോ മിക്കവാറും ഓപ്പറേഷൻ ആയിരിക്കും ചികിത്സ. പക്ഷെ ഓപ്പറേഷൻ റിസ്ക് ചാൻസ് ഒക്കെ വളരെ കുറവാണ്. ചിലപ്പോൾ ചെയ്യാം, ചിലപ്പോൾ ചെയ്യാതില്ല. പക്ഷെ ഇതിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ഈ 2 കാര്യം വരാതിരിക്കാൻ നോക്കേണ്ടതാണ്. നമ്മൾ ചെയ്യേണ്ടത് വീണ്ടും ഈ പറഞ്ഞ ഷുഗറിലേക്കും പ്രഷറിലേക്കും നമ്മുടെ ജീവിതശൈലിയിലേക്ക് എത്തും. അപ്പോൾ ഞാൻ പറയുന്നത്, ഒരു പ്രായം കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തീർച്ചയായിട്ടും നമ്മളൊന്ന് ചിന്തിച്ച് നമ്മുടെ ജീവിതശൈലി ഇനി മാറ്റം വരുത്തിയിട്ടില്ലെങ്കിൽ, അപ്പം നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. പണ്ടൊക്കെ അറ്റാക്ക് ഒന്ന് മരിച്ച ആൾക്കാരുടെ ഏജ് വയസ്സ് എത്രയായിരുന്നു? 60, അതിന് മേളിലേക്കായിരുന്നു. ഇപ്പൊ എത്രയാണ്? ഇപ്പം 16 വയസ്സ് കുട്ടികൾ, 12 വയസ്സും 11 വയസ്സ് കുട്ടികൾ സ്കൂൾ ഗ്രൗണ്ടിൽ കുഴഞ്ഞു വീണ് മരിക്കുന്നത് കണ്ടിട്ടില്ലേ? ഇതൊക്കെ ഹാർട്ട് അറ്റാക്ക് തന്നെയാണ്. അത് കഴിഞ്ഞ് കുറെ കേസസ് 15-ന് മേളിലോട്ടും 20-ന് മേളിലോട്ടും ഇഷ്ടം പോലെ കേസ് ഉണ്ട്. ഇതൊക്കെ എങ്ങനെ വന്നു? ഒറ്റ കാരണം മാത്രമേ ഉള്ളൂ, നമ്മുടെ ലൈഫ് സ്റ്റൈൽ. ഈ 2 കാര്യങ്ങളാണ് ഞാൻ പറയാൻ വന്നത്. ഇനി അതിന്റെ കൂടെ പറയേണ്ട സാധനമാണ് ഹൈപ്പർ ടെൻഷനും ഡയബറ്റീസും. ഒന്നേ പറയാനുള്ളൂ, നിങ്ങൾക്ക് വന്നവരുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് കൃത്യമായിട്ട് മരുന്നുകൾ എടുക്കുക. നാട്ടിൽ നിന്ന് മരുന്ന് വരുത്തിക്കുന്ന ആൾക്കാരാണെങ്കിൽ അത് കൃത്യമായിട്ട് നിങ്ങൾക്ക് ഓരോ മാസവും തീരുന്ന അനുസരിച്ച് ആൾക്കാരെ കൊണ്ടുവരാൻ ശ്രമിക്കുക. ചില മരുന്നുകൾ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പാടില്ലാത്ത മരുന്നുകളുണ്ട്. അത്ര മരുന്നുകൾ കൊണ്ടുവന്ന് അപകടത്തിൽ പെടാൻ പാടില്ല. പിന്നെ ഈ പറഞ്ഞ പ്രഷർ ആണെങ്കിലും ഷുഗർ ആണെങ്കിലും കൃത്യമായിട്ട് അതിന്റെ ഫോളോ അപ്പ് ചെയ്ത് ചികിത്സകൾ ചെയ്ത് ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്യണം. ഈ ഷുഗറും പ്രഷറൊക്കെ വന്ന് നമ്മുടെ കിഡ്നിക്ക് ബാധിക്കും, കിഡ്നി ഫെയിലർ ആവും, ഡയാലിസിലൊക്കെ എത്തിപ്പെടും. അത് എത്താതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? കൃത്യമായിട്ട് നമ്മൾ ഒരു 3 മാസം കൊണ്ട് 6 മാസം കൊണ്ട് ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം. ഇതൊക്കെ നിർബന്ധമാണ്. നാട്ടിൽ പോയി നമ്മൾ വലിയ മെഡിക്കൽ ചെക്കപ്പ് അല്ല ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷെ നമ്മൾ ഹോസ്പിറ്റൽ ഡോക്ടർമാർ പറയും, നമ്മൾ ഡയബറ്റിക് ആണെങ്കിൽ പ്രഷർ ഉണ്ടെങ്കിൽ എന്ത് ടെസ്റ്റുകൾ ചെയ്യണം. നിർബന്ധമായിട്ട് ആ ടെസ്റ്റുകൾ ചെയ്ത് നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലെന്ന് ഉറപ്പുവരുത്താൻ നമ്മളെ കടമയാണ്. ഇതാണ് ഞാനിപ്പോൾ മെയിനായിട്ട് 2 സാധനങ്ങൾ. ഇനി അടുത്തൊരു ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇനി ഇതെല്ലാം സംഭവിച്ച് പെട്ടെന്ന് നമ്മൾ ഒരാൾ കുഴഞ്ഞ് വീണാൽ ഞാൻ 2 കാര്യങ്ങൾ ചോദിച്ചോട്ടെ.
നമ്മുടെ മുന്നിൽ എനിക്ക് സമയം എടുക്കാതെ നമ്മുടെ മുന്നിൽ പെട്ടെന്ന് ഒരാൾ കുഴഞ്ഞു വീണു ഇവിടെ. ഓക്കെ, എന്താ ചെയ്യാൻ പറ്റും? ഞാൻ ഇവിടെ ചോദിക്കും. നമ്മുടെ ഈ പ്രോഗ്രാം നടക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരാൾ കുഴഞ്ഞു, ചേട്ടാ എന്ത് ചെയ്യും? അവിടെ ശരിയായ രീതിയിൽ കിടത്തിയിട്ട് ഹാർട്ടിന്റെ അവിടെ പ്രസ് ചെയ്യാൻ ശ്രമിക്കും. അപ്പോൾ ആൾ ചിലപ്പോൾ ഇന്നലെ ഉറങ്ങാത്തതിന്റെ പേരിൽ ചിലപ്പോൾ ഒന്ന് തലറങ്ങി വീണതാണെങ്കിൽ ആ നെഞ്ഞത്ത് കയറി ഇരിക്കുമ്പോൾ അയാൾ ചേട്ടൻ തിരിച്ചല്ല. ഓക്കെ, ഇനി രണ്ടാമത് ചോദിച്ചോട്ടെ. നമ്മുടെ നാട്ടിലൊക്കെ ആൾക്കാർ വെള്ളത്തിൽ വീഴൂലേ? മുങ്ങി മരണങ്ങൾ ഉണ്ടാവില്ലേ? മരിച്ചിട്ടില്ല എന്ന് വിചാരിക്കും. പെട്ടെന്ന് നമ്മുടെ നാട്ടിൻപുറത്ത് പോയപ്പോൾ ഈ മഴക്കാലത്ത് അല്ലെങ്കിൽ വെള്ളം കെട്ടിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരാൾ വെള്ളത്തിൽ വീണു. നിങ്ങൾക്ക് നീന്താൻ അറിയാതെ നിങ്ങൾ ആളെ പിടിച്ച് കരക്കി കയറ്റി വെച്ചു ഇല്ലേ? ചേട്ടൻ ചെയ്ത ആദ്യത്തെ കാര്യം എന്തായിരിക്കും? അതാണ് വളരെ ഇമ്പോർട്ടന്റ്. നേരെ കിടത്തിയിട്ട് വയറ് പ്രസ് ചെയ്ത് കുടിച്ച് വെള്ളം പുറത്തേക്ക് തുപ്പാൻ ശ്രമിക്കും അല്ലെ? നമ്മൾ വെള്ളം കുടിച്ചപ്പോഴും പ്രശ്നം ഉണ്ടായിട്ടുണ്ട് ആർക്കെങ്കിലും? ഇല്ല. അപ്പൊ നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും എന്താണ്? നമ്മൾ കുടിച്ച വെള്ളം ആദ്യം ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ കുടിച്ച വെള്ളം വയറിനകത്ത് നിന്ന് പുറത്തോട്ട് എടുക്കാൻ ശ്രമിക്കും. അപ്പോൾ അതല്ല ചെയ്യേണ്ട രീതികൾ. ഇതൊക്കെ നമ്മൾ അറിവില്ലായ്മ ചെയ്യുന്നതാണ്. അപ്പൊ ഇവിടെ ഞാൻ പറഞ്ഞു വരുമ്പോൾ നമ്മൾ വീണ്ടും നമ്മളെ നേരത്തെ കാര്യത്തിലേക്ക് പോകണം. നമുക്ക് ജീവിക്കാൻ ആവശ്യമായ മെയിൻ ആയിട്ടുള്ള 3 അവയവങ്ങൾ, ഒന്ന് നമ്മുടെ ഹാർട്ടാണ്, രണ്ടാമത്തെ നമ്മുടെ ലങ്സ് ആണ്, മൂന്നാമത്തെ തലച്ചോറാണ്. എന്ത് അപകടം വന്നാലും ഈ 3 അവയവങ്ങളും കൃത്യമായിട്ട് പ്രവർത്തിപ്പിക്കാൻ പറ്റുന്നുണ്ടോ, ഇല്ലെങ്കിൽ എങ്ങനെ പ്രവർത്തിപ്പിക്കാം എന്നാണ് നമ്മൾ ചെയ്യേണ്ടത്. ഈ പറഞ്ഞ പോലെ ആളിവിടെ കുഴഞ്ഞു വീണതാവട്ടെ, വെള്ളത്തിൽ വീണതാവട്ടെ, ഒരു ആക്സിഡന്റ് പറ്റിയ ആൾ നമ്മുടെ മുന്നിൽ വീണാവട്ടെ, ഉയരത്തുനിന്ന് വീണ കേസ് ആവട്ടെ, എന്ത് തന്നെയായാലും നമ്മുടെ മുന്നിലൊക്കെ അപകടം പറ്റിയാൽ നമ്മൾ എങ്ങനെയാണ് ആൾക്ക് പ്രഥമ ശുശ്രൂഷ കൊടുക്കേണ്ടത്? ഞാൻ ഈ പറയുന്ന കാര്യം ഒരുപക്ഷെ കുവൈറ്റിൽ എത്രമാത്രം അപ്പറ്റുള്ള അറിയില്ല. കാരണം ഇവിടുത്തെ വ്യവസ്ഥ വ്യത്യാസമുണ്ട്. നമുക്കൊരാൾക്ക് അപകടം വന്നാൽ നമുക്ക് റോഡ് സൈഡിലൊന്നും ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ വീട്ടിൽ നമുക്ക് പ്രത്യേകിച്ച് കുറെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ചിലപ്പോൾ ആക്സിഡന്റ് കണ്ടിട്ടില്ല, ആക്സിഡന്റ് വന്നു കഴിഞ്ഞാൽ ആംബുലൻസ് വെറുതെ കൊണ്ടുപോകില്ല. പക്ഷെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്, എങ്ങനെ ആളെ പ്രഥമ ശുശ്രൂഷ കൊടുക്കണം. അപ്പൊ അത് ഒരു എളുപ്പത്തിൽ ഞാൻ പറയാൻ പറ്റും. ഇപ്പൊ നമ്മുടെ മുന്നിൽ പെട്ടെന്ന് ഒരാൾ ഇവിടെ കുഴഞ്ഞു വീഴാണ്. നിങ്ങൾ ആദ്യം ചെയ്യേണ്ട സാധനം ഈ ആൾക്ക് ശരിക്കും പറഞ്ഞ ഓർമ്മയുണ്ടോ എന്ന് നോക്കേണ്ടതാണ്. അത് ചെയ്യേണ്ടത് ഉറക്കെ തട്ടി വിളിക്കുക എന്നുള്ളതാണ്. ശരിക്കും നന്നായിട്ട് തട്ടി വിളിച്ച് നോക്കുക. ഈ തട്ടി വിളിച്ചിട്ട് ആൾ മിണ്ടുന്നില്ലെങ്കിൽ നിനക്ക് മനസ്സിലാക്കാം ഇയാൾക്ക് ഓർമ്മയില്ല എന്നുള്ളത്. അപ്പൊ എന്ത് ചെയ്യണം? ഞാൻ പറഞ്ഞ പോലെ ഇയാളുടെ ഹാർട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ, ശ്വാസം ലങ്സ് വർക്ക് ചെയ്യുന്നുണ്ടോ, തലച്ചോറിലേക്ക് ഉണ്ടോ എന്നുള്ള കാര്യമാണ്. അപ്പൊ നമ്മുടെ ഹാർട്ട് ചെയ്യുന്നത് എന്താ? കൃത്യമായിട്ടും ഒരു മിനിറ്റിൽ 60 മുതൽ 100 തവണ വരെ ബ്ലഡ് പമ്പ് ചെയ്തുകൊണ്ട് എല്ലായിടത്തേക്കും ബ്ലഡും ഓക്സിജനും എത്തിക്കുന്ന രീതി ചെയ്യുന്നത് ഹാർട്ടാണ്. അപ്പൊ ഹാർട്ട് നിന്ന് പോയി കഴിഞ്ഞാൽ തലച്ചോറിലേക്ക് ഈ രക്തോട്ടം കിട്ടില്ല. നമ്മുടെ തലച്ചോറിന് മാക്സിമം 3 മുതൽ 5 മിനിറ്റ് വരെയുള്ളൂ ഓക്സിജനും ബ്ലഡൊന്നും കിട്ടാതെ പിടിച്ചു വെക്കാൻ പറ്റുള്ളൂ. അത്ര നേരം നമ്മുടെ ബോഡിക്കകത്തേക്ക് തലച്ചോറിലേക്ക് ഓക്സിജൻ കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മുടെ തലച്ചോറിലെ ഓരോ കോശങ്ങളും നശിക്കാൻ തുടങ്ങും. ഹൈപ്പോക്സിക് ബ്രെയിൻ ഇഞ്ചറി എന്നൊക്കെ പറയും. ഇത് കുറെ സമയം കഴിഞ്ഞാൽ നമ്മുടെ തലച്ചോറിലെ എല്ലാ കോശങ്ങളും നശിച്ച് പിന്നെ അത് തിരിച്ച് നോർമൽ അവസ്ഥയിലേക്ക് വരാത്തൊരവസ്ഥയിലെത്തും. അപ്പൊ നമുക്കുള്ള ആകെ സമയം, ഒരാൾ നമ്മുടെ മുന്നിൽ കുഴഞ്ഞു വീണാൽ നമുക്ക് ഏറ്റവും കൃത്യമായിട്ടുള്ള ഗോൾഡൻ ടൈം എന്ന് പറഞ്ഞത് ഒരു 3 മുതൽ 5 മിനിറ്റ് വരെയാണ്. ഈ 3-5 മിനിറ്റ് നമ്മൾ അയാളുടെ ഹാർട്ട് വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ കൃത്യമായിട്ട് പ്രവർത്തിപ്പിക്കാൻ പറ്റണം. ശ്വാസം എടുക്കുന്നില്ലെങ്കിൽ കൃത്യമായിട്ട് ശ്വാസം കൊടുക്കാൻ പറ്റണം. ഈ കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. ഇത് എങ്ങനെ ചെയ്യാൻ പറ്റും? അപ്പൊ ഞാൻ ഇവിടെ ആളെ തട്ടി വിളിച്ചു നോക്കി, ആൾക്ക് ഓർമ്മയൊന്നുമില്ല. നമ്മൾ എന്ത് ചെയ്യേണ്ടത്? എന്താണ് നമ്മൾ അടുത്ത് നോക്കേണ്ടത്? ഇയാൾക്ക് ഹാർട്ട് വർക്ക് ചെയ്യുന്നത് എങ്ങനെ? ഹാർട്ട് വർക്ക് ചെയ്യുന്നത് നോക്കാം. നമ്മുടെ ഹാർട്ട് വർക്ക് ചെയ്യുമ്പോൾ ഉണ്ടാവുന്നത് എങ്ങനെയാ? പൾസ് നോക്കുക എന്നുള്ളതാണ്. ഈ പൾസിന്റെ ഒരു പ്രശ്നമുണ്ട്. പൾസ് നമ്മൾ ആകെ പെട്ടെന്ന് മുന്നിൽ കുഴഞ്ഞു വീണ് കഴിഞ്ഞാൽ നമ്മൾ ആകെ ബേജാറായി പോകില്ലേ? അപ്പൊ നമ്മൾ പൾസ് നോക്കുമ്പോൾ ആദ്യം ഈ കയ്യിൽ ഇവിടെ നോക്കും, കുറെ ഇവിടെ പിടിച്ചു നോക്കും, പെട്ടെന്ന് നമുക്ക് കിട്ടില്ല. ചിലപ്പോൾ നമ്മുടെ പൾസ് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ആൾ ചിലപ്പോൾ തണുത്തുറഞ്ഞ് ഒരു അവസ്ഥയിലാണെങ്കിൽ പൾസ് കിട്ടാൻ ഭയങ്കര പാടാ. അപ്പൊ നമ്മൾ ആദ്യം കയ്യിലെ പൾസ് ആരും നോക്കാൻ ശ്രമിക്കരുത്. ശരിക്കും പറഞ്ഞാൽ പൾസ് നോക്കേണ്ടത് ആരോഗ്യ പ്രവർത്തകരാണ്. മറ്റുള്ള കൺഫ്യൂഷൻ ആവുമെന്നൊക്കെ പറയും. നമുക്ക് നോക്കാൻ പറ്റുന്ന ശ്വാസം ഉണ്ടോ നോക്കാൻ പറ്റും. സ്വന്തമായിട്ട് ശ്വസിക്കുന്ന ഒരാൾക്ക് എന്തായാലും പൾസ് ഉണ്ടാവും, അത് 100% ഉറപ്പാണ്. അപ്പൊ ആൾ ശ്വസിക്കുന്നുണ്ടോ? ഉറപ്പായിട്ട് ആൾക്ക് പൾസ് ഉണ്ടായിരിക്കും. നേരെ തിരിച്ച് പൾസുള്ള ഒരാൾക്ക് ചിലപ്പോൾ ശ്വാസം ഉണ്ടാവണമെന്നില്ല, പക്ഷെ സ്വന്തമായി ശ്വസിക്കുന്ന ഒരാൾക്ക് എന്തായാലും പൾസ് ഉണ്ടാവും. എവിടെയെങ്കിലും അനക്കമുണ്ടെങ്കിൽ അയാൾക്ക് പൾസ് ഉണ്ടാവും. ഇനി എങ്ങനെ പൾസ് നോക്കാൻ പറ്റുക? നിങ്ങൾക്ക് പൾസ് നോക്കാൻ എവിടെ നോക്കാൻ പറ്റും? ഈ പൾസിന് പകരം നമ്മൾ നോക്കേണ്ട ഒരു പൾസ് ഉണ്ട്. നമ്മൾ കഴുത്തിന്റെ സൈഡിൽ ഒരു പൾസ് ഉണ്ട്. നിങ്ങൾക്ക് തൊണ്ട ഫീൽ ചെയ്യാൻ പറ്റില്ല എല്ലാവർക്കും അല്ലേ? ഇവിടെ നമ്മൾ നടുക്ക് ഫീൽ ചെയ്തിട്ട് നിങ്ങളുടെ 3 വിരൽ ഇടത്തോട്ടോ വലത്തോട്ടോ മൂവ് ചെയ്യുമ്പോൾ ഒരു കുഴി പോലെ ചാല് പോലെ സംഭവം കാണാൻ പറ്റും അല്ലേ? അവിടെ ഒരു കൈ നിങ്ങളുടെ ഒരു 2 സെക്കൻഡ് വെച്ച് നോക്കിയാൽ ഇപ്പൊ ഇവിടെ വെച്ചിട്ട് നിങ്ങളുടെ കൈ ഇടത്തോട്ടോ വലത്തോട്ടോ ഏതെങ്കിലും സൈഡിലേക്ക് പോവാ, ഒരു ചാല് പോലെ സംഭവം കാണുമ്പോൾ നിങ്ങളുടെ കൈ അവിടെ ഒന്ന് വെച്ച് നോക്കിയേ. വല്ലതും ഉണ്ടോ? ഇല്ലെങ്കിൽ പറയണേ. ഉണ്ടോ? ഉണ്ട്. ഇത് നമ്മുടെ പൾസാണ്. അപ്പൊ ഇവിടുത്തെ പൾസ് ഉണ്ടാവില്ല. നമ്മുടെ BP വളരെ കുറഞ്ഞ് നമ്മൾ ക്ഷീണത്തിലിരിക്കുന്ന അവസ്ഥയിലാണെങ്കിൽ ഈ കയ്യിലോ കാലിലോ പൾസ് ഒന്നും ഫീൽ ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഈ പൾസ് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും.
ഇനി പൾസ് നോക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ അനക്കമോ ശ്വാസം എടുക്കുന്ന രീതിയോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇയാളുടെ ഹാർട്ട് പ്രവർത്തിക്കുന്നുള്ള. ഈ ഹാർട്ട് പ്രവർത്തിക്കുന്നില്ല എങ്കിൽ, നിങ്ങൾക്ക് പൾസ് ഫീൽ ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട, നേരെ ചേട്ടൻ പറഞ്ഞ പോലെ കൊടുക്കേണ്ടത് നെഞ്ചിലെ മർദ്ദമാണ് കൊടുക്കേണ്ടത്. എന്തിനാ മർദ്ദം കൊടുക്കണേ? ഞാൻ പറഞ്ഞു നമ്മുടെ ഹാർട്ട് കൃത്യമായിട്ട് ഓരോ മിനിറ്റിലും 60 മുതൽ 100 തവണ വരെ പമ്പ് ചെയ്തുകൊണ്ട് ബ്ലഡ് തലച്ചോറിലേക്ക് എല്ലാ ഭാഗത്തേക്കും കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ ഹാർട്ട് ഇപ്പൊ നിന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ നിന്ന ഹാർട്ടിനെ നമ്മൾ കൃത്യമായിട്ട് നമ്മൾ വർക്ക് ചെയ്യിപ്പിക്കുന്നതിനാണ് മർദ്ദം കൊടുക്കുന്നത്. അപ്പൊ 2 കൈകൾക്കുള്ളാണ് ഹാർട്ട് എന്ന് വിചാരിക്കാം. ഈ 2 കൈ കൊണ്ട് ഞാൻ മർദ്ദം കൊടുത്ത് ഇങ്ങനെ മർദ്ദം കൊടുത്തോണ്ട് വേണം ഞാൻ ഹാർട്ടിനെ പമ്പ് ചെയ്യിപ്പിക്കാൻ. നമ്മളത് CPR എന്നൊക്കെ പറയും. അപ്പൊ നമ്മൾ ഓരോ തവണ മർദ്ദം കൊടുക്കുമ്പോഴും നമ്മൾ ഹാർട്ടിനെ നമ്മൾ ഞെക്കി പമ്പ് ചെയ്യിപ്പിക്കുന്ന രീതിയാണ് ചെയ്യേണ്ടത്. എത്ര എണ്ണം കൊടുക്കണം, എങ്ങനെ കൊടുക്കണം ഞാൻ കാണിച്ചു തരാം. അതാണ് ഈ CPR എന്ന സംഭവം. അപ്പോൾ ഞാൻ അത് ഇവിടെ ഡെമോ കാണിക്കാൻ പോവാണ്. എനിക്ക് മൈക്കൊന്ന് പിടിച്ചിട്ടുണ്ട്. പൾസ് എനിക്ക് ഫീൽ ചെയ്യുന്നില്ലെങ്കിൽ അതിനർത്ഥം ഇയാള് നിർബന്ധമായിട്ടും മരണാവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. കാർഡിയാക് അറസ്റ്റ് എന്ന് പറയും. ഹാർട്ട് അറ്റാക്കും കാർഡിയാക് അറസ്റ്റ് രണ്ടാണ്. ഹൃദയാഘാതവും ഹൃദയസ്തംഭനവും രണ്ടാണ്. ഹൃദയാഘാതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഹാർട്ട് അറ്റാക്ക്, ഒരു ഞരമ്പ് മാത്രമേ ബ്ലോക്ക് ആവുള്ളൂ. ഹൃദയസ്തംഭനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാർട്ട് തീരെ വർക്ക് ചെയ്യുന്നില്ല അവിടെ. ഹാർട്ട് അറ്റാക്ക് നമുക്ക് ആൻജിയോപ്ലാസ്റ്റി ആ ചികിത്സകൾ കൊടുക്കുന്നത് നേരത്തെ പറഞ്ഞ പോലെ നെഞ്ചുവേദനയൊക്കെ വരുന്ന അവസ്ഥയിൽ ഉണ്ടാവുന്നതാണ് ഹാർട്ട് അറ്റാക്ക്, ഹൃദയാഘാതം. ഹൃദയസ്തംഭനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹാർട്ട് നിന്ന് പോകുന്നതാണ്. ഹൃദയസ്തംഭനത്തിന്റെ ഒരു കാരണം മാത്രമാണ് ഹൃദയാഘാതം. അതുപോലെ കുറേ കാരണങ്ങളുണ്ട്. നമ്മൾക്ക് ഉണ്ടാവുന്ന ഇൻഫെക്ഷൻസോ പനി കൊണ്ടോ അല്ലെങ്കിൽ വേറെ ഉണ്ടാവുന്ന ന്യൂമോണിയ പോലത്തെ അസുഖങ്ങളോ ആക്സിഡന്റോ വെള്ളത്തിൽ മുങ്ങിപ്പോയതോ നമ്മൾ കഴിക്കുന്ന പോയിസൺ കൊണ്ടോ സൂയിസൈഡ് ചെയ്തപ്പോഴോ ഇതൊക്കെ സംഭവിക്കുമ്പോൾ ഉണ്ടാകുന്ന ഹൃദയം സ്തംഭനമാണ്. അതിലൊരു കാരണം മാത്രമാണ് ഹൃദയാഘാതം. എങ്ങനെ ഈ മർദ്ദം കൊടുക്കാൻ പറ്റും നമുക്ക്? അപ്പോൾ ഞാൻ ഈ തട്ടി വിളിച്ചു, റെസ്പോണ്ട് ചെയ്യുന്നില്ല. ഞാൻ സഹായത്തിന് ആൾക്കാരെ വിളിക്കണം നിർബന്ധമായിട്ടും, അല്ലെ ആംബുലൻസ് സർവീസ് ഉടനെ വിളിച്ചിരിക്കണം. അത് കഴിഞ്ഞാൽ പൾസ് ഫീൽ ചെയ്യുന്നുണ്ടോ നോക്കണം. പൾസ് ഇല്ലെങ്കിൽ ഞാൻ കൃത്യം മർദ്ദം കൊടുക്കണം. അപ്പൊ നേരത്തെ നമ്മുടെ ഹാർട്ട്, നമ്മുടെ സാധാരണഗതിയിൽ ഹാർട്ട് ഇങ്ങനെ കൃത്യമായിട്ട് പമ്പ് ചെയ്ത് ബ്ലഡ് പൊക്കൊണ്ടിരിക്കുന്ന സാധനം വർക്ക് ചെയ്യുന്നില്ല. തലച്ചോറിലേക്ക് ബ്ലഡ് സർക്കുലേഷൻ ഇല്ല. എന്ത് ചെയ്യണം? അപ്പൊ ഞാൻ മർദ്ദം കൊടുക്കാൻ പോവാണ്. എവിടെ മർദ്ദം കൊടുക്കണ്ടേ? അപ്പൊ അതിന് കൃത്യമായിട്ട് സ്ഥലങ്ങളുണ്ട് മർദ്ദം കൊടുക്കാൻ. ഞാൻ ആ മർദ്ദം കൊടുക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മുടെ 2 മുലക്കണ്ണിന്റെ ഇടയ്ക്കുള്ള ഭാഗം ഒരു ലൈൻ വരച്ചാൽ അതിന്റെ നടുക്കാണ് നമ്മൾ കൈ വെക്കേണ്ടത് മർദ്ദം കൊടുക്കണമെങ്കിൽ. എവിടെയെങ്കിലും കൊടുത്തിട്ട് കാര്യമില്ല, നമ്മുടെ വായിലെല്ലാം ഒടിഞ്ഞുകൊണ്ട് കുഴപ്പമുള്ളതല്ല ഞാൻ പറഞ്ഞത്, പക്ഷെ എന്നാൽ പോലും. അപ്പൊ അത്തരം ഒരു സ്ഥലത്ത് ഞാൻ ഈ കൈപ്പത്തി മാത്രം വെച്ച് എന്റെ മറ്റേ കൈ കൊണ്ട് ഞാൻ പ്രസ് ചെയ്തിട്ട് ഞാൻ ഈ രീതിയിലാണ് മർദ്ദം കൊടുക്കാൻ പോകുന്നത്. എത്ര മർദ്ദം ഞാൻ കൊടുക്കണം? 30 തവണ മർദ്ദം കൊടുക്കണം ഞാൻ. ഓരോ തവണ മർദ്ദം കൊടുക്കുമ്പോഴും ഞാൻ എന്റെ കൈക്കുള്ളിൽ വെച്ചുകൊണ്ട് ഞാൻ ഇങ്ങനെ അമർത്തുമ്പോൾ എന്റെ ഹാർട്ട് അവിടെ സ്ക്യൂസ് ആവുകയും ആ അമരുമ്പോൾ ഉണ്ടാവുന്ന ബ്ലഡ് പമ്പ് ചെയ്യുകയും അത് തലച്ചോറിലേക്ക് എത്തുകയും ചെയ്യുന്നത്. ഇതിനാണ് നമ്മൾ കാർഡിയോ റിസസിറ്റേഷൻ CPR എന്നൊക്കെ പറയും. വലിയ ടേംസിലേക്ക് ഞാൻ പോകുന്നില്ല. അപ്പൊ അത് ചെയ്യേണ്ട രീതി എങ്ങനെയാണ്? പിന്നെ 1, 2, 3, 4, 5, 6, 7 ഈ സ്പീഡിൽ കൊടുക്കണം. ഈ സ്പീഡിൽ കൊടുക്കരുത്. അപ്പൊ ഒരു കൃത്യ താളമുണ്ട് അതിന്. നമ്മുടെ ഹാർട്ട് ഇടിക്കുന്ന പോലത്തെ ഒരു താളമുണ്ട്. ആ രീതിയിൽ നമ്മൾ 30 തവണ മർദ്ദം കൊടുക്കണം. 30 കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഹാർട്ടിന്റെ പ്രവർത്തനം മാത്രമേ കൊണ്ടുവന്നിട്ടുള്ളൂ. ഇനി ശ്വാസം എങ്ങനെ കൊടുക്കാൻ പറ്റും? കൃത്യം ശ്വാസം കൊടുക്കണം. നമ്മൾ ശ്വസിക്കുമ്പോൾ അന്തരീക്ഷത്തിന് 21%, സോറി കേട്ടോ, കുഴപ്പമില്ല, അന്തരീക്ഷത്തിന് 25% ഓക്സിജൻ എടുക്കുന്നു അല്ലെ? നമ്മളെല്ലാവരും വലിച്ച് ആ എടുക്കുന്ന ഓക്സിജൻ നമ്മളെ ഈ പറഞ്ഞ ഹാർട്ട് ബ്ലഡ് കൊണ്ടുപോകുമ്പോഴാണ് ശരീരത്തെ എല്ലാ ഭാഗത്തും എത്തുന്നത്. വലിച്ചില്ലെങ്കിൽ പിന്നെ ഓക്സിജൻ കിട്ടുന്നില്ല. ഇനി എങ്ങനെ കൊടുക്കാൻ പറ്റും? അപ്പൊ നമ്മൾ കൃത്രിമ ശ്വാസം കൊടുക്കണം. കൃത്രിമ എങ്ങനെ കൊടുക്കാൻ പറ്റും? വായ കൊണ്ട് കൊടുക്കാൻ പറ്റും. മുമ്പൊക്കെ പറഞ്ഞിരുന്നു വായ കൊണ്ട് നിങ്ങൾക്ക് കൊടുക്കാം. പക്ഷെ ഇപ്പൊ പുതിയ പഠനങ്ങൾ പറഞ്ഞിട്ടുള്ളത് വായ കൊണ്ട് നിങ്ങൾ ശ്വാസം കൊടുക്കരുത്. കാരണം കോവിഡ് പോലത്തെ അസുഖങ്ങൾ വന്നപ്പോൾ വായ കൊണ്ട് മറ്റൊരാൾക്ക് ശ്വാസം കൊടുക്കുന്നത് ഒരു പരിധി വരെയൊക്കെ നിരോധിച്ചു. എന്നിട്ട് എന്ത് കൊണ്ടുവന്നു? അവരെങ്ങനെ പറഞ്ഞു വെച്ചാൽ നിങ്ങൾ അറിയുന്ന അടുത്ത ബന്ധുക്കൾ ആരെങ്കിലും ആണെങ്കിൽ നിങ്ങൾക്ക് ഇവർക്ക് പ്രത്യേകിച്ച് അസുഖങ്ങളൊന്നുമില്ല എന്ന് ഉള്ള ആൾക്കാരാണ് മാത്രമേ നിങ്ങൾ മൗത്ത് ടു മൗത്ത് ബ്രീത്തിങ് കൊടുക്കാൻ പറ്റുള്ളൂ. കൃത്രിമ ശ്വാസം വായ കൊണ്ട് കൊടുക്കണമെങ്കിൽ അതുണ്ട്. നിങ്ങൾക്ക് അറിയാത്ത ഒരാൾക്ക് പോയി ഒരിക്കലും നിങ്ങൾ നിങ്ങളുടെ സേഫ്റ്റി റിസ്ക് എടുത്തുകൊണ്ട് ഒരിക്കലും മൗത്ത് ടു മൗത്ത് ബ്രീത്തിങ് കൊടുക്കരുത്. അത്തരം ആൾക്കാർക്ക് നമുക്ക് മാസ്ക് പോലത്തെ സാധനങ്ങൾ യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പൊ നാട്ടിലൊക്കെ ഫസ്റ്റ് എയ്ഡ് ബോക്സിലൊക്കെ ഇത് കുഞ്ഞതാണ്, വലുതല്ല, ഇനി വലിയ സൈസ് മാസ്ക് കിട്ടും. അപ്പൊ ഇത്തരം മാസ്കുകൾ നമ്മൾ രോഗിയുടെ വായിൽ വെച്ച് നമ്മൾ സാധാരണ ശ്വാസം എടുക്കുന്ന പോലെ നമുക്ക് കൃത്രിമ ശ്വാസം കൊടുക്കാൻ പറ്റും. അപ്പൊ നമ്മുടെ ഫസ്റ്റ് എയ്ഡ് കിറ്റിലൊക്കെ ഇങ്ങനത്തെ മാസ്കുകൾ ഇപ്പൊ നാട്ടിലൊക്കെ അവൈലബിൾ ആണ്. എന്തായാലും ഗുണം, ഒരു പെട്ടെന്ന് ഒരാൾ നമ്മുടെ മുന്നിൽ കുഴഞ്ഞു വീണാൽ ഈ മർദ്ദം കൊടുത്തും ഓക്സിജൻ കൊടുക്കാൻ പറ്റിയാൽ നമ്മൾ ആ മാസ്ക് രോഗിയുടെ മുഖത്ത് വയ്ക്കുന്നു. നമ്മളെ മാസ്കിലേക്ക് മാത്രം ഊതുന്നത്, നമുക്കൊരു പ്രത്യേകിച്ച് കോണ്ടാക്ട് വരുന്നില്ല. അപ്പൊ നമ്മൾ ഓരോ തവണ നമ്മൾ ഊതുമ്പോഴും നമ്മൾ എടുക്കുന്ന ഓക്സിജൻ അകത്തേക്ക് എടുത്ത് നമ്മൾ പുറത്തേക്ക് എടുക്കുന്ന വായുവാണ് കൊടുക്കുന്നത്. അതിനകത്ത് ഓക്സിജൻ ഉണ്ടോ? പുറത്തെടുക്കുന്ന ഓക്സിജൻ ഉണ്ടോ? കാർബൺ ഡൈ ഓക്സൈഡാ? ഉറപ്പാണോ?
അല്ല, അതിനകത്ത് ഓക്സിജൻ ഉണ്ട്. നമ്മൾ എടുക്കുന്ന 20% ഓക്സിജൻ അകത്തോട്ട് എടുത്തിട്ട് നമ്മൾ പുറത്തു വിടുന്നതിനകത്ത് 15% ഓക്സിജൻ ഉണ്ട്. ആ ഓക്സിജൻ നമ്മൾ രോഗിക്ക് കൊടുക്കുന്നത്. അപ്പൊ 2 തവണ നമ്മൾ ശ്വാസം കൊടുത്തു, 30 തവണ മർദ്ദം കൊടുത്തു, നമ്മൾ വീണ്ടും 2 തവണ നമ്മൾ ശ്വാസം കൊടുത്തു. ഇപ്പൊ എന്തായി? ഹാർട്ട് പ്രവർത്തിക്കുന്നില്ല, നമ്മൾ അത് മർദ്ദം കൊടുത്ത് വർക്ക് ചെയ്യിപ്പിക്കുന്നുണ്ട്. ലങ്സ് പ്രവർത്തിക്കുന്നുണ്ടായിരുന്നില്ല, അത് ഞാൻ കൃത്യം ശ്വാസം കൊടുത്ത് പ്രവർത്തിക്കാൻ പറ്റി. അപ്പൊ ഇത്തരം കാര്യങ്ങൾ എനിക്ക് നിലനിർത്താൻ പറ്റിയാൽ, ഒരു പരിധി വരെ നിലനിർത്താൻ പറ്റിയ ഈ ആംബുലൻസ് സമ്പ്രദായം വരുന്നവരെ തലച്ചോറിലേക്കും ഉണ്ടാവുന്ന രക്തത്തോട്ടത്തിന്റെയും ഓക്സിജന്റെ അളവ് എനിക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അങ്ങനെ എനിക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറ്റിയ, ഈ രോഗിനെ കൊണ്ടുപോകാൻ പറ്റിയ, അല്ലെങ്കിൽ വരുന്ന ആംബുലൻസുകാർ ഈ പ്രവൃത്തി തുടർന്നുകൊണ്ടിരുന്നാൽ ഹോസ്പിറ്റലിൽ എത്തിക്കഴിഞ്ഞാൽ ആ ആൾ ജീവിച്ചിരിക്കാനുള്ള ചാൻസ് വളരെ 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 കൂടുതലാണ്. ഇതെല്ലാം പഠനങ്ങളിലൂടെ ഒരുപാട് തവണ ചെയ്ത് തെളിയിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത് മുഴുവൻ. അമേരിക്ക പോലെ രാജ്യങ്ങളിലൊക്കെ സ്കൂൾ എഡ്യൂക്കേഷന്റെ ഭാഗമായിട്ട് ഇത്രയും കോഴ്സുകൾ അവർ ചെയ്യുന്നുണ്ട്. സ്കൂൾ പഠിച്ച എല്ലാ കുട്ടികൾക്കും അറിയാം പെട്ടെന്ന് ഒരാൾ കുഴഞ്ഞാൽ എന്ത് ചെയ്യണം, എങ്ങനെ റിയാക്ട് ചെയ്യണം. ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ വന്നു തുടങ്ങി. ഇനി ഇതിന്റെ കൂടെ ഒരു കാര്യം കൂടെ വേണം. എന്തുകൊണ്ട് ആൾക്കാർ പെട്ടെന്ന് കുഴഞ്ഞു വീഴുന്നത്? ഞാൻ പറഞ്ഞ ഹാർട്ട് അറ്റാക്ക് എന്ന സാധനം. ആ സമയത്ത് നമ്മുടെ ഹാർട്ടിനൊരു താളമുണ്ട്. താങ്ക് യു. ഈ താളം എന്ന് പറഞ്ഞാൽ നമ്മൾ കൃത്യമായിട്ട് ഇങ്ങനെ ഇടിച്ചുകൊണ്ടിരിക്കുന്ന താളമാണ്. ഈ താളം നഷ്ടപ്പെടുമ്പോഴാണ് നമ്മുടെ തലച്ചോറിൽ രക്തോട്ടം കുറയുന്നത്. അതായത് ഹാർട്ട് ഇപ്പൊ ഇങ്ങനെ ഇടിച്ചുകൊണ്ടിരിക്കുന്ന ഹാർട്ട് ആണെങ്കിൽ ഈ താളം മാറി ഇങ്ങനെ ഒരു പ്രവർത്തി ചെയ്യും. ഇങ്ങനെ ഇടിച്ച സമയത്ത് നമ്മൾ ഈ ഹാർട്ടിലേക്ക് പ്രവർത്തനം നിൽക്കും, ബ്ലഡ് സപ്ലൈ എല്ലാം കുറയും. ഇങ്ങനെ വരുമ്പോൾ ഇത് നമുക്കൊരു CPR കൊണ്ടോ അല്ലെങ്കിൽ കാര്യം കൊണ്ടോ മാത്രം മാറില്ല. ഇവിടെ നമ്മൾ ഷോക്കും കൂടെ കൊടുക്കണം. ഈ ഷോക്ക് കൊടുത്താൽ മാത്രമേ ഈ താളം, അവതാളം മാറാൻ പറ്റുള്ളൂ. അപ്പൊ എങ്ങനെ സാധാരണക്കാർ ഷോക്ക് കൊടുക്കാൻ പറ്റും? അതാണ് അടുത്ത പ്രശ്നം. ഈ ഷോക്ക് കൊടുക്കുന്നത് മാത്രം ഹോസ്പിറ്റലിൽ മാത്രമല്ലേ. പക്ഷെ ഒരാൾ ഇവിടെ കുഴഞ്ഞു വീണ് ആ ആൾ ഹോസ്പിറ്റലിൽ മിനിമം അരമണിക്കൂർ എടുക്കും. അപ്പൊ എങ്ങനെ ഇവിടെ ഷോക്ക് കൊടുക്കാൻ പറ്റും? അരമണിക്കൂർ ഷോക്ക് കൊടുത്ത് എന്താ കാര്യമുള്ള? അത് ഒരുപാട് പ്രശ്നങ്ങൾ വരും. അത്തരം സിറ്റുവേഷൻസിൽ നമ്മുടെ ആരോഗ്യ മേഖലയിൽ ഒക്കെ കണ്ടുപിടിച്ച സാധനമുണ്ട്. കൃത്യമായിട്ട് ഷോക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു മെഷീൻ ഉണ്ട്. നിങ്ങൾ ശ്രമിച്ചാൽ മനസ്സിലാവും. ഇപ്പൊ ദുബായ് എയർപോർട്ടിലൊക്കെ നിങ്ങൾ നാട്ടിൽ പോകുമ്പോഴൊക്കെ നമ്മൾ ഇറങ്ങിയിട്ട് നടക്കൂലേ, അടുത്ത ടെർമിൽ നടക്കുമ്പോൾ AED എന്ന് പറഞ്ഞ സാധനം കാണും. ടെലിഫോൺ ബൂത്ത് പോലെ, പബ്ലിക് ടെലിഫോൺ സാധനം പോലെ ഈ ഒരു 100 മീറ്ററോ 200 മീറ്ററോ അളവിൽ എല്ലാ സ്ഥലത്തും ബോക്സ് വെച്ചിട്ടുണ്ടാവും AED. നമ്മുടെ കൊച്ചി എയർപോർട്ടിലുണ്ട്, കുവൈറ്റ് എയർപോർട്ടിലുണ്ട്, മെയിൻ ആയിട്ടുള്ള റെയിൽവേ സ്റ്റേഷൻസിലുണ്ട്. ഇവിടെയൊക്കെ ഈ സാധനം ഉണ്ട്. എന്തിനാ ഈ സാധനം? ഇങ്ങനെ അവസരം വരുമ്പോൾ സാധാരണ ജനങ്ങൾക്ക് ഷോക്ക് കൊടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ആ മെഷീൻ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പൊ പെട്ടെന്ന് നമ്മുടെ മുന്നിൽ ആൾ കുഴഞ്ഞു വീണാൽ ഞാൻ ആളെ വിളിച്ചിട്ട് ആൾക്ക് ഓർമ്മ വരുന്നില്ലെങ്കിൽ ഞാൻ പൾസ് നോക്കി മർദ്ദം കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി എനിക്ക് വേണ്ടത് എന്താണ്? ഈ ഹാർട്ടിന്റെ താളം നേരെയാക്കാനുള്ള മെഷീനാണ്. തൊട്ടടുത്ത് ഈ മെഷീൻ കിട്ടുമെങ്കിൽ, ഇപ്പൊ നമ്മുടെ നാട്ടിൽ സാധനം വന്നു തുടങ്ങിയിട്ടുള്ളൂ. അതായത് ഈ പറഞ്ഞ ഏറ്റവും കൂടുതൽ ആൾക്കാർ കൂടുന്ന സ്ഥലങ്ങൾ, റെയിൽവേ സ്റ്റേഷൻസ്, എയർപോർട്ട്, ഷോപ്പിംഗ് മാളുകൾ, ഇത്തരം സ്ഥലങ്ങൾ ഇങ്ങനത്തെ മെഷീൻ വരുന്നുണ്ട്. ഇപ്പോൾ കുവൈറ്റിൽ അവന്യൂസ് മാളിലുണ്ട്, എയർപോർട്ടിലുണ്ട്, കുറെ സ്ഥലത്തുണ്ട്. അപ്പൊ ഇങ്ങനത്തെ മെഷീൻ കൂടെ നമുക്ക് ഉണ്ടെങ്കിൽ ഈ ആള് വീണ്ടും ജീവിതത്തിൽ തിരിച്ചു വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഈ മെഷീൻ ആയിട്ട് നമുക്ക് എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും? ഇത് ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനാണ്. നിങ്ങൾക്ക് ഈ മെഷീൻ കൊണ്ടുവന്നിട്ട് നിങ്ങൾക്ക് ഒരു TV ഓൺ ആക്കാൻ അറിയെങ്കിൽ, ഒരു റേഡിയോ ഓൺ ആക്കാൻ അറിയെങ്കിൽ ആ രീതി കൊണ്ട് തന്നെ നമുക്ക് മെഷീൻ ഓൺ ആക്കാൻ പറ്റും. ഇതാണ് ആ മെഷീൻ, ഷോക്ക് കൊടുക്കുന്ന മെഷീൻ. AED എന്ന് പറയുന്നത്. AED എന്തുകൊണ്ടാണ് ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ. ഇതെങ്ങനെ യൂസ് ചെയ്യിക്കാൻ പറ്റും? അപ്പൊ നിങ്ങൾ ഇനി എവിടെയെങ്കിലും സാധനം കണ്ടാൽ 1-2 സെക്കൻഡ് എടുത്തിട്ട് നോക്കണം എന്താ സംഭവം എന്നുള്ളത്. അപ്പൊ ഈ ബോക്സ് കാണാൻ പറ്റും, ഇതുപോലെ 2 പാഡൊക്കെ ഉണ്ടാവും. ഇതെങ്ങനെ കൊടുക്കാൻ പറ്റും? അപ്പൊ ഞാൻ ഈ മെഷീൻ കൊണ്ട് കഴിയുമ്പോൾ 1, 2, 3 ഒക്കെ എഴുതിയിട്ടുണ്ട് ഇതിന്റെ മുകളിൽ. ഞാൻ മെഷീൻ ഓൺ ആക്കാൻ പോവാണ്. നമ്പർ 1 പ്രസ് ചെയ്യുമ്പോൾ ഞാൻ ഈ മെഷീൻ പ്രസ് ചെയ്തപ്പോ എന്നോട് മെഷീൻ പറഞ്ഞത് ആ ബാഗിനകത്ത് ഒരു പാഡ്സ് ഉണ്ട്, ആ പാഡ്സ് എടുത്തിട്ട് പേഷ്യന്റ് നെഞ്ചിൽ ഒട്ടിക്കാനാണ് പറഞ്ഞത്. ഞാൻ മെഷീൻ ഓൺ ആക്കി വെച്ചു. വീണ്ടും മെഷീനിൽ കൂടെ എനിക്ക് കാണുന്ന 2 പാഡുകളുണ്ട്. ഈ പാഡ് രോഗിയുടെ നെഞ്ഞത്ത് ഒട്ടിക്കാനാണ് പറഞ്ഞത്. ഞാൻ ആരോഗ്യ പ്രവർത്തകനല്ല, ഒരു സാധാരണ മനുഷ്യനാണ്. എന്റെ മുന്നിൽ ഒരാൾ കുഴഞ്ഞു വീണ അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. ആൾക്ക് എന്റെ കൂടെയുള്ള ആൾ കൃത്യമായിട്ട് ഹാർട്ടിന് മർദ്ദം കൊടുത്തോണ്ടിരിക്കുന്നു, കൃത്രിമ ശ്വാസം കൊടുത്തോണ്ടിരിക്കുന്ന അവസ്ഥയിൽ എനിക്കിങ്ങനെ മെഷീൻ കിട്ടി എന്ത് ചെയ്യണം? ഞാൻ മെഷീൻ ഓണാക്കി കഴിഞ്ഞ മെഷീനോട് പറഞ്ഞത് ആ അകത്തുള്ള പാഡ്സ് റിമൂവ് ചെയ്ത് ദേഹത്തൊട്ടിക്കുകയാണ്. ഈ 2 പാഡ് ഉള്ളതിനകത്ത് ഈ 2 പാഡ് ഒട്ടിക്കേണ്ടത് ഒരെണ്ണം ഇവിടെയും മറ്റൊരെണ്ണം ഇവിടെ ഒട്ടിക്കേണ്ടത് കൃത്യമായിട്ട് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ചിത്രം വരാറുണ്ട്. ഒരു പാഡ് ഞാൻ ഇവിടെ വെക്കുന്നു, അടുത്ത പാഡ് ഞാൻ ഇവിടെ വെക്കുന്നു. അതിന്റെ മുകളിൽ നമുക്ക് ഒട്ടിക്കാനുള്ള അതിന്റെ ഗ്ലൂ വരെ ഓൾറെഡി ഫിക്സ്ഡ് ആണ്. എന്നിട്ട് ഞാൻ ഈ മെഷീന്റെ കണക്ഷൻ ഈ മെഷീനിലേക്ക് കൊടുക്കുകയാണ്. അപ്പോൾ മെഷീൻ പറയാണ് ഇനി രോഗിയെ നിങ്ങൾ തൊടാൻ പാടില്ല. ഞാൻ ഈ മെഷീൻ പാഡ് ഒരെണ്ണം ഇവിടെ ഒരെണ്ണം ഇവിടെ വെച്ച് ഇവിടെ വെച്ചിട്ട് ഞാൻ ഈ മെഷീനിലേക്ക് കണക്ട് ചെയ്തു. മെഷീൻ പറയാണ് ഡോണ്ട് ടച്ച് ദ പേഷ്യന്റ്. ഞാൻ മാറി നിന്നു.
Stay clear again. Deliver shock now. കണ്ടോ, ഈ ഓറഞ്ച് ബട്ടൺ ഞെക്കാനാ പറഞ്ഞത്. അപ്പൊ ഞാൻ ഈ ഓറഞ്ച് ബട്ടൺ ഇപ്പൊ ഞെക്കി. Analyzing heart rhythm. Shock advised. Charging. Stay clear of the patient. Deliver shock now. Press the orange button now. Shock delivered. It is safe to touch the patient. Start CPR. ഈ ബട്ടൺ പ്രസ് ചെയ്തപ്പോ ഷോക്ക് കൊടുക്കാൻ പറ്റും. അപ്പൊ എനിക്ക് ഒരു അറിവുമില്ല ഈ രോഗിയെ കുറിച്ചോ അസുഖത്തെ കുറിച്ചോ രോഗിയുടെ ECG കുറിച്ചോ എനിക്ക് യാതൊരുവിധ ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷനും ഇല്ല. എന്റെ മുന്നിലാണ് കുഴഞ്ഞു വീണത്, അറിവ് മാത്രമേ എനിക്കുള്ളൂ. ഞാൻ എന്താ ചെയ്തത്, പെട്ടെന്ന് ആൾ തട്ടി വിളിച്ച് നോക്കി, ആൾ റെസ്പോണ്ട് ചെയ്യുന്നില്ല. സഹായത്തിന് മെഡിക്കൽ സഹായം ഞാൻ വിളിച്ചിട്ടുണ്ട് ഓൾറെഡി. ഞാൻ പൾസ് ഉണ്ടോ നോക്കുന്നു, ആൾക്ക് പൾസോ ശ്വാസോ ഇല്ലാന്ന് മനസ്സിലാക്കി ഞാൻ കൃത്യമായിട്ട് മർദ്ദം കൊടുക്കാൻ തുടങ്ങി, കൃത്യം ശ്വാസം കൊടുക്കാൻ തുടങ്ങി. എനിക്ക് ഇങ്ങനത്തെ മെഷീൻ കിട്ടിയാൽ ഞാൻ എങ്ങനെ യൂസ് ചെയ്യണം? ഞാൻ ബെസ്റ്റ് മെഷീൻ ഓൺ ആക്കിയിട്ട് മാത്രമേ ചെയ്തിട്ടുള്ളൂ. ബാക്കിയെല്ലാം ചെയ്തത് മെഷീൻ പറഞ്ഞ പോലെയാണ്. ഈ പാഡ് നെഞ്ച് തൊട്ടിക്കാൻ പറഞ്ഞു, മാറി നിൽക്കാൻ പറഞ്ഞു, ഞാൻ മാറി നിന്നു. അതിനുശേഷം മെഷീൻ പറഞ്ഞത് ഷോക്ക് നിർബന്ധമാണ്, മഞ്ഞ ബട്ടൺ അമർത്തൂ. മഞ്ഞ ബട്ടൺ അമർത്തി ഷോക്ക് കിട്ടി. വീണ്ടും മെഷീൻ പറയും വീണ്ടും മർദ്ദം തുടർന്നോളൂ. നമ്മൾ വീണ്ടും മർദ്ദം തുടരും. ഒരു സമയം കഴിയുമ്പോൾ വീണ്ടും മെഷീൻ പറയും അഗെയിൻ സ്റ്റോപ്പ് CPR, മർദ്ദം നിർത്തൂ. വീണ്ടും ഹാർട്ടിന്റെ താളം വീണ്ടും മെഷീൻ ചെക്ക് ചെയ്യും. ചെക്ക് ചെയ്തിട്ട് വീണ്ടും ഷോക്ക് കൊടുക്കേണ്ടതാണ്, വീണ്ടും ഷോക്ക് കൊടുക്കും. ഇങ്ങനെ ഷോക്ക് കൊടുത്തുകൊണ്ടിരുന്നിട്ടാണ് ഒരു ആംബുലൻസ് രോഗിയെ കൊണ്ടുവന്നെങ്കിൽ വീണ്ടും ആ രോഗി ജീവിതത്തിൽ തിരിച്ചു വരാനുള്ള ചാൻസ് വളരെ വളരെ കൂടുതലാണ്. ഇപ്പൊ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പെട്ടെന്ന് രോഗി ഇതുപോലെ അവസ്ഥയിൽ എത്തുമ്പോൾ ഞങ്ങൾ കൃത്യമായിട്ട് ഇതുപോലെ ഷോക്കുകൾ കൊടുക്കുന്നുണ്ട്. ചിലപ്പോൾ 3, 4, 5 ഷോക്കുകൾ കൊടുക്കുന്നുണ്ട്. അതിന് വേറെ മെഷീൻസ് ആണ് ഉപയോഗിക്കുക. അത് നമുക്ക് ECG കുറിച്ചുള്ള അറിവുണ്ടാവണം, രോഗിയുടെ അസുഖത്തെ കുറിച്ചുള്ള അറിവുണ്ടാവണം, അതിന് മെഡിക്കൽ സയൻസിന്റെ ബാക്ക്ഗ്രൗണ്ട് നിർബന്ധമാണ്. പക്ഷെ ഇത്തരം മെഷീൻസിന് അങ്ങനത്തെ ആവശ്യമില്ല. ഇത് കോമൺ പബ്ലിക്കിന് യൂസ് ചെയ്യുന്ന മെഷീൻസ് ആണ്. അതുകൊണ്ടാണ് ഇതിന് ഓട്ടോമാറ്റിക് ഡിഫിബ്രിലേറ്റർ എന്ന് പറയാനുള്ള സംവിധാനം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ പെട്ടെന്ന് ഒരാൾ കുഴഞ്ഞു വീണാൽ ചെയ്യേണ്ട കാര്യങ്ങൾ. നമ്മൾ നേരത്തെ പറഞ്ഞ വെള്ളത്തിൽ വീണ കേസ് എടുക്കാം. ഈ ഒരാൾ വെള്ളത്തിൽ നിന്ന് കരകയറ്റി കിടത്തിയ ഒരാളെ നമ്മൾ ആദ്യം നോക്കേണ്ടത് ആൾക്ക് ഓർമ്മയുണ്ടോ? ഓർമ്മയില്ല എങ്കിൽ നമ്മൾ നോക്കേണ്ടത് ഇയാൾക്ക് പൾസോ ശ്വാസോ ഉണ്ടോ? ഇല്ലെങ്കിൽ അത് കൊടുക്കാനുള്ള സംവിധാനം ചെയ്താൽ മതി. എന്ത് സംഭവിക്കുന്നറിയോ, നമ്മൾ വെള്ളം പുറത്തേക്ക് ശ്രമിക്കുമ്പോൾ മിക്കവാറും ഈ ആളുടെ നെഞ്ചിനകത്തും ലങ്സിലൊക്കെ വെള്ളം കയറിയിട്ടുണ്ടാവും. പിന്നെ വയറിനകത്ത് വെള്ളം ഉണ്ടാവും. അപ്പൊ നമ്മൾ ഈ ആളെ കമത്തി കിടത്തി വയറിനകത്തുള്ള വെള്ളം പുറത്തേക്ക് കളയാൻ ശ്രമിക്കുമ്പോൾ ഈ വെള്ളം പുറത്തോട്ട് വരെ വരും. പക്ഷെ തുപ്പിക്കളയാനുള്ള ബോധം ആൾക്ക് ഉണ്ടാവില്ല. തിരിച്ചെങ്ങോട്ട് പോകും? വീണ്ടും ശ്വാസകോശത്തിലേക്കാണ് പോകും. അപ്പൊ ഈ ചെളിയും വെള്ളം വീണ്ടും നിറയുന്ന എവിടെയാ? ലങ്സിനകത്ത്. അപ്പൊ ആള് മരിക്കാനുള്ള സാധ്യത വീണ്ടും വീണ്ടും കൂടുതലാണ്. വയറിനകത്ത് വെള്ളം കിടന്നോട്ടെ, അത് കുറച്ച് മൂത്രമായിട്ട് പൊക്കോളൂ. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇയാളുടെ ഹാർട്ട് പ്രവർത്തിക്കുന്നുണ്ടോ, ശ്വാസം എടുക്കുന്നുണ്ടോ ഇല്ലെങ്കിൽ അത് എങ്ങനെ കൊടുക്കാൻ പറ്റുന്നുള്ളതാണ്. ആ രോഗിയെ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിച്ചാൽ ഹോസ്പിറ്റലിൽ നിന്ന് മെഷീൻസ് ഉപയോഗിച്ച് അതൊക്കെ വെള്ളമൊക്കെ മാറ്റാനുള്ള വെന്റിലേറ്റർ പോലുള്ള സഹായങ്ങളൊക്കെ കിട്ടും. നമ്മുടെ എയിം ഇത്രയാണ്. പ്രവർത്തിപ്പിക്കാൻ ഹാർട്ടിന് പ്രവർത്തിപ്പിക്കാൻ പറ്റുമോ? കൃത്യമായിട്ട് മർദ്ദം കൊടുത്തുകൊണ്ട്. ശ്വസിക്കുന്നില്ല, കൃത്യം ശ്വാസം കൊടുക്കാൻ അത് കൊടുക്കാൻ പറ്റുമോ എന്നുള്ളത്. ഈ രീതിയിൽ മാത്രമാണ് ഏത് കേസ് വന്നാലും. ഇനി ആക്സിഡന്റ് ആവട്ടെ, ആക്സിഡന്റ് തന്നെ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ ആക്സിഡന്റ് കാര്യം കൂടെ ഉണ്ട്. നമ്മൾ ഒരിക്കലും രോഗിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോൾ നമ്മുടെ നാട്ടിലുണ്ട്, ഈവൻ ബൈക്കിൽ പോലും ഉയരത്തിന് വീണ് ഒരാൾ താഴോട്ട് വീണ് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യുന്നത് കിട്ടുന്ന ബൈക്ക് ആണെങ്കിൽ പോലും അപ്പുറത്തും ബാക്കിൽ ഒരാളിരുന്ന് അടുക്കി ഈ രോഗിയെ കൊണ്ടുവന്നൊരു പ്രവണത ഉണ്ട്. ഒരുപാട് പഠനങ്ങൾ തെളിച്ചിട്ട് കാര്യം എന്ന് അറിയാമോ? രോഗി ഹോസ്പിറ്റലിലേക്ക് നടന്നിട്ട് വരുന്നേ, പക്ഷെ തിരിച്ചു പോകുമ്പോൾ പാരലൈസ്ഡ് ആയിട്ട് പോകുന്നു. ഇതെപ്പോ സംഭവിക്കുന്നത് അറിയാമോ? ഈ സംഭവിക്കുന്നത് നമ്മുടെ ട്രാൻസ്പോർട്ടേഷൻ സമയത്താണ്. അപ്പൊ ഒരിക്കലും ഉയരത്തിന് വീഴുന്ന ഒരാളോ അല്ലെ അപകടം പറ്റി തെറിച്ചു വീഴുന്ന ഒരാളെയോ ചുരുട്ടി മടക്കി പോലെ ഓട്ടോയിൽ നിന്ന് കൊണ്ടുപോകാൻ പാടില്ല. ഒരു പരന്ന പ്രതലത്ത് കിടത്തി മാത്രമേ അത്തരം രോഗികളെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം അല്ലെങ്കിൽ നട്ടിൽ ക്ഷതം മാത്രമേ ഉണ്ടാവുള്ളൂ. നമ്മുടെ ഈ ഷിഫ്റ്റിംഗ് കൊണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന ഓട്ടോയിലോ ബൈക്കിലോ ഇരുത്തി കൊണ്ടുപോകുമ്പോൾ മിക്കവാറും അത് ഒരു സീവിയർ ഇഞ്ചുറി ആയിട്ട് മാറാനുള്ള സംവിധാനം ഉണ്ട്. അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. ഒരു ഹാർട്ട് അറ്റാക്ക് വന്ന് സംഭവിക്കണം, സ്ട്രോക്കിന് എങ്ങനെ മാറ്റാം, ഷുഗറും പ്രഷറും നിങ്ങൾ കൊടുക്കുന്ന വാല്യൂ കൺട്രോൾ ചെയ്യുക, അത് കൃത്യമായിട്ട് ചികിത്സിക്കുക, പെട്ടെന്ന് നമ്മൾ ഒരാൾ കുഴഞ്ഞു വീണാൽ എങ്ങനെ പ്രതിരോധിക്കുക എന്നുള്ള ഒരു ചെറിയ കാര്യം കൂടെ ഉണ്ട്. നമ്മുടെ മുന്നിൽ പെട്ടെന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തൊണ്ടയെ തട്ടുന്ന ആൾക്കാരില്ലേ, അല്ലെ? കൃത്യമായ ശ്വാസം ഏറെ ബ്ലോക്ക് ആയി പോകുന്ന ആൾക്കാരുണ്ട്. ഇങ്ങനെ വന്നാൽ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് എങ്ങനെ ഈ ഫോറിൻ ബോഡി നമുക്ക് മാറ്റാൻ പറ്റും? അത് ചെറിയൊരു ടെക്നിക്കൊന്നും ചെയ്യാൻ പറ്റും. ഇപ്പൊ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന ഫോറിൻ ബോഡി ഒബ്സ്ട്രക്ഷൻ ഇപ്പൊ നമുക്ക് പത്രത്തിൽ കണ്ടിട്ടുണ്ടാവാം. പിന്നെ
എല്ലിന്റെ കഷ്ണം തൊണ്ടയിൽ കുടുങ്ങി ആള് മരിച്ചു, അല്ലെ കുട്ടികളാണെങ്കിൽ കടല ശ്വാസകോശത്തിൽ കുടുങ്ങി മരിച്ചു എന്നൊക്കെ വരുന്ന കേസ്. ഇതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾ മാറ്റാവുന്ന സംഭവമാണ്. അപ്പൊ രണ്ട് രീതിയിൽ ഉണ്ടാവുന്നത്. ഒന്നുകിൽ അത് പകുതി ബ്ലോക്ക് ഉണ്ടാവുള്ളൂ, രണ്ടാമത്തെ ഫുള്ളായിട്ട് ബ്ലോക്ക് ഉണ്ടാവും. പകുതി ബ്ലോക്ക് ആണെങ്കിൽ ഈ ആൾക്ക് സംസാരിക്കാനോ ചുമയ്ക്കാനോ പറ്റും. അപ്പൊ പകുതി ഉണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും എന്ത് ചെയ്യാൻ പറ്റും? അവരെ ചുമച്ച് തുപ്പിക്കളയാൻ എൻകറേജ് ചെയ്യും. ഇനി മുഴുവനായിട്ടും നമ്മുടെ ശ്വാസകോശം അടഞ്ഞൊരു അവസ്ഥയിലാണെങ്കിൽ തീർച്ചയായിട്ടും അത് സംസാരിക്കാൻ പറ്റില്ല, ശ്വാസം എടുക്കാൻ പറ്റില്ല. അപ്പൊ അവരുടെ പൊസിഷൻ എങ്ങനെയായിരിക്കും അറിയും? അങ്ങനത്തെ ഒരാള് ഭക്ഷണം കഴിച്ചോണ്ടിരിക്കുന്ന ആള് പെട്ടെന്ന് ശ്വാസം കുടുങ്ങി കഴിഞ്ഞാൽ അവരുടെ പൊസിഷൻ എങ്ങനെയായിരിക്കും? ഇത് ഓട്ടോമാറ്റിക് വന്നു പോകുന്നതാണ്, മനപ്പുറം വെക്കുന്നതല്ല. കാരണം കഴിച്ച ഭക്ഷണം തൊണ്ടയിൽ കുടുങ്ങി പുറത്തേക്ക് വരുന്നില്ല, അകത്തോട്ട് പോകുന്നില്ല, വലിയില്ല, പിന്നെ എടുത്ത ശ്വാസം അകത്തോട്ട് പോകുന്നില്ല. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാകുന്ന സംഭവം ഈ പരിപാടിയാണ്, യൂണിവേഴ്സൽ ചോക്കിംഗ് സൈൻ എന്നൊക്കെ പറയും. ഇങ്ങനെ വന്നാൽ നമുക്ക് ഈ എങ്ങനെ മാറ്റാൻ പറ്റും? ചെറിയ സംഭവത്തിൽ കൂടെ മാറ്റാൻ പറ്റും. എനിക്കൊരാളൊന്ന് വരും, എന്റെ കൂട്ടത്തേക്ക് ഒരാളൊന്ന് വരും. അപ്പോ സോണിച്ചൻ ഭക്ഷണം കഴിച്ച സമയത്താണ് പെട്ടെന്ന് ഇങ്ങനെ സംഭവിച്ചിട്ടില്ലെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ടും സോണിച്ചന്റെ കൈ ഇവിടെ പോവും. കാരണം ശ്വാസം എടുക്കാൻ പറ്റുന്ന അവസ്ഥയിലാണ്. ഞാൻ കണ്ടോണ്ടിരിക്കുകയാണ്, ഞാൻ ചെയ്യേണ്ടത് എന്താണ്, ഇതെങ്ങനെ മാറ്റാൻ പറ്റും? അപ്പൊ നമ്മൾ അതിന് ഹെംലിഷ് മാനർ എന്നൊക്കെ പറയും. ഒന്നുമില്ല, നമ്മൾ കൃത്യമായിട്ട് എങ്ങനെ ചുമ ഉണ്ടാക്കാൻ പറ്റും അത് മാത്രമേ ചെയ്യുന്നുള്ളൂ. അപ്പൊ അങ്ങനത്തെ ഒരാളെ നമ്മൾ നിൽക്കുന്നു, നമ്മൾ ആളെ പതുക്കെ ചെന്ന് സമാധാനിപ്പിക്കുന്നു. ആളുടെ കാലൊന്ന് വൈഡാക്കി വെക്കണം. കാരണം ഈ ആള് പെട്ടെന്ന് കുഴഞ്ഞു വീഴാൻ ചാൻസ് ഉണ്ട്. കാരണം ഇപ്പൊ തന്നെ അയാൾ ശ്വാസം എടുക്കുന്നത് നിന്നിരിക്കുകയാണ്, കുറച്ച് കഴിയുമ്പോൾ കുഴഞ്ഞു വീഴാൻ ചാൻസ് ഉണ്ട്. അപ്പൊ വീണാൽ തന്നെ സപ്പോർട്ട് ചെയ്യാൻ പറ്റണം. അപ്പൊ നമ്മൾ ഇയാളുടെ ബേസ് കാലൊന്ന് വിടർത്തി വെക്കുക, നമ്മുടെ കാലം ഇറക്കി വെക്കുക. ഇനി വീണാൽ പോലും നമുക്ക് താങ്ങാൻ പറ്റണം. ഇനി നമ്മൾ ചെയ്യേണ്ടത് എങ്ങനെയാണ് സാധനം പുറത്തു വരുന്നത്? നമ്മൾ ഒരു കൃത്യം ചുമ ഉണ്ടാക്കുക ചെയ്യണേ. നമ്മൾ ഈ രീതിയിൽ പിടിക്കാം. ഈ കൈ ഞാൻ വെക്കുന്നത് നമ്മുടെ പൊക്കളിന്റെയും നമ്മുടെ ഇവിടെ സാധനം ഇല്ലേ, ചെറിയ എല്ലില്ലേ, ആ എല്ല് ഇടയ്ക്ക് വേണം വെക്കാൻ. എന്റെ കൈകൾ മറ്റേ കൈ വേണം കവർ ചെയ്ത് പിടിക്കുന്നു. ഇനി ഞാൻ ചെയ്യുന്നത് ഏറ്റവും ഫോഴ്സ്ഫുള്ളി അടിയിലോട്ടും മുകളിലോട്ടുള്ള ഒരു പ്രഷർ ഞാൻ കൊടുക്കുക ചെയ്യാം, ഏറ്റവും ഹെവി ആയിട്ട്. അപ്പോ കൊടുക്കാൻ എനിക്ക് പറ്റില്ല. അപ്പൊ ആ രീതി കൊടുക്കണം. എങ്ങനെ ഫോഴ്സ് കൊടുക്കണം? ഈ രീതി കൊടുക്കണം. നമ്മൾ ഈ രീതി കൊടുക്കുമ്പോൾ നമ്മുടെ അകത്തുള്ള പ്രഷർ കൂടുകയും നമ്മുടെ ഫോറിൻ ബോഡി പുറത്തേക്ക് വരാൻ ചാൻസ് ഉണ്ടെന്ന് മാത്രമേ പറയുന്നുള്ളൂ. ഈ നിങ്ങൾ ഒന്നും ചെയ്യാതിരുന്നാൽ സംഭവിക്കും, ആൾ ഉറപ്പായിട്ടും ശ്വാസകോശം ഓൾറെഡി ബ്ലോക്കാണ്, കുഴഞ്ഞു വീഴും, അയാൾ മരിക്കും. പക്ഷെ നമുക്കൊരു ഹോസ്പിറ്റലിൽ എത്തുന്ന ചെയ്യുന്ന ട്രയൽ മാത്രമാണ് ഹെംലിഷ് മാനുവൽ. കൃത്യമായിട്ട് ഇത് ചെയ്യാൻ പറ്റിയാൽ ഒരു കൃത്യമായി അകത്ത് പ്രഷർ കൂടുകയും ഒരു ചുമ ക്രിയേറ്റ് ചെയ്തിട്ട് ഫോറിൻ ബോഡി പുറത്തേക്ക് വരികയും ചെയ്യും. ഇനി കുട്ടികളാണ് സംഭവിക്കുന്നതെങ്കിലും ഇത് തന്നെ ചെയ്യാൻ പറ്റും, പക്ഷെ വേറെ രീതിയിലാണ് ചെയ്യാം. ഇനി ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആൾ ബോധം കെട്ടാലും നമ്മൾ അവിടെ നേരെ കിടത്തുന്നു, ഹോസ്പിറ്റലിൽ എമർജൻസി നമ്പറിൽ വിളിക്കുന്നു. ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ ആംബുലൻസ് സർവീസ് ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിരിക്കും. 3 നമ്പർ 4 നമ്പർ ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. വിളിച്ചാൽ ഉടനെ തന്നെ ആംബുലൻസ് വരുന്ന സംവിധാനങ്ങൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിൽ നമ്മൾ നേരെ കിടത്തുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ശ്വാസവും പൾസും നോക്കുന്നു. ഇല്ലെങ്കിൽ കൃത്യം മർദ്ദം കൊടുക്കുക, ശ്വാസം കൊടുക്കാൻ ശ്രമിക്കാം. കാര്യം ഉണ്ടാവില്ല, കാരണം അയാൾ ബ്ലോക്ക് ആയിട്ടുണ്ടാവും. കൊടുക്കാൻ ശ്രമിക്കുക. ഹോസ്പിറ്റലിൽ ആംബുലൻസ് എത്തുന്നവരെ ഈ സാധനം തുടർന്നുകൊണ്ടിരിക്കുക. ഓക്കെ, ഇതാണ് നമ്മൾ ചെയ്യേണ്ട സാധനം. ഇനി ഇത് കുട്ടികളാണ് സംഭവിക്കുന്നതെങ്കിലോ? ഇപ്പൊ നമ്മുടെ മുന്നിൽ ഒരു കുട്ടിയുണ്ടെന്ന് വിചാരിക്കാം. ഈ കുട്ടിക്കാണ് ഇങ്ങനെ പെട്ടെന്ന് പാല് കൊടുത്തോണ്ടിരുന്നപ്പോഴോ ഭക്ഷണം കൊടുത്തോണ്ടെങ്കിൽ സംഭവിക്കുന്നതെങ്കിൽ എങ്ങനെ മാറ്റാൻ പറ്റുമോ? അപ്പൊ കുട്ടിയുടെ കിടക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ ഞാൻ ഈ കുട്ടീനെ കയ്യെടുത്ത് വളരെ ശ്രദ്ധിക്കണം. ഇങ്ങനെ ചെയ്യാറ്. അപ്പൊ ഞാൻ ഈ കുട്ടീനെ എടുക്കുമ്പോൾ തന്നെ വളരെ ശ്രദ്ധിച്ചെടുക്കണം. ഞാൻ കുട്ടീനെ എടുക്കുന്ന രീതിയിലാണ്, കഴുത്ത് പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടും ഒക്കെ രീതിയിൽ ഞാൻ എടുത്തിട്ട് ഞാൻ കയ്യിൽ മാറ്റി, ഞാൻ എന്റെ ബേസ് സ്ട്രോങ് ആയി മാത്രമേ കുട്ടീനെ പിടിക്കാൻ പറ്റുള്ളൂ. ഞാൻ ഇരുന്നിട്ടാണ് ചെയ്യണമെങ്കിൽ ഞാൻ ഈ കുട്ടീനെ കയ്യിൽ എടുത്തതിന് ശേഷം വളരെ സൂക്ഷ്മതയോടെ ഞാൻ കുട്ടീനെ തിരിച്ചു പിടിക്കണം. തല ചെസ്റ്റിനേക്കാളും താഴെ ലെവലിൽ വേണം വരാൻ. ഈ വന്നതിന് ശേഷം ഞാൻ ഈ കുട്ടിയുടെ ഷോൾഡറിന്റെ ഇടയ്ക്ക് 5 തവണ സ്ട്രോങ് ആയിട്ട് തട്ടുക ചെയ്യാം. അത് കഴിഞ്ഞ് തിരിച്ച് ഞാൻ വീണ്ടും ഈ കയ്യിലോട്ട് മാറ്റി വീണ്ടും 5 തവണ വീണ്ടും ഞാൻ തിരിച്ച് ചെസ്റ്റിൽ കൊടുക്കും. ഇത് കണ്ടിന്യൂ ചെയ്യണം. എപ്പോഴാണ് ഈ ഫോറിൻ ബോഡി പുറത്ത് വരുന്നത് കണ്ടിന്യൂ ചെയ്യണം. നിങ്ങൾക്ക് ഇനി ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും സംശയം തോന്നി, നിങ്ങൾ എല്ലാവരും യൂട്യൂബ് ഉപയോഗിക്കുന്ന ആൾക്കാരല്ലേ, നിങ്ങൾ അടിച്ചു നോക്കിയാൽ മതി. ഇതൊക്കെ എത്രമാത്രം ഇമ്പോർട്ടന്റ് ആണെന്നും ഇതിന് എത്രമാത്രം പ്രസക്തി ഉണ്ടെന്നുള്ള കാര്യം ഫുൾ ഡോക്യുമെന്റഡ് ആണ്. അപ്പോൾ എമർജൻസി കോഴ്സിലൊക്കെ അവർ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കാര്യം. കാരണം നിസ്സാരമായ ഒരു സാധനം കൊണ്ട് കുട്ടി മരിച്ചു പോകുന്ന സാധനം ഈ ചെറിയൊരു സംഭവം നമുക്ക് എടുക്കാൻ പറ്റും. ഒരു കോയിൻ കുടുങ്ങി പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് 10-20 മിനിറ്റ് എടുക്കൂലേ? ഇതൊന്നും ചെയ്ത് നോക്കിയിട്ട് കൊണ്ടുവന്ന് നോക്കിക്കോ, അല്ലെ കൊണ്ടുപോകാൻ നോക്കി ചെയ്ത് നോക്കിക്കോ. ആ കുട്ടി തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരികയാണ്, അല്ലെങ്കിൽ ആ കുട്ടി മരിച്ചു പോകൂലേ? അപ്പോൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, കുട്ടിയെ നമ്മൾ എടുക്കുമ്പോഴും നമ്മൾ സപ്പോർട്ട് ചെയ്യുമ്പോഴും കയ്യിൽ സപ്പോർട്ട് ചെയ്യുമ്പോഴും നമ്മൾ കൊടുക്കുന്ന പ്രഷർ കൊടുക്കുമ്പോഴൊക്കെ ആ രീതിയിൽ വേണം ശ്രദ്ധിച്ചു വേണം ചെയ്യാൻ. ഓക്കെ, ഡയബറ്റീസും പ്രഷറും എല്ലാം കൃത്യമായി ചികിത്സിക്കുകയും രോഗലക്ഷണങ്ങൾ തിരിച്ചറിയുകയും എത്രയും പെട്ടെന്ന് വൈദ്യസഹായം തേടാൻ നമ്മൾ ഓരോരുത്തരും നമ്മുടെ കൂടെയുള്ള ആൾക്കാരെ പറഞ്ഞു കൊടുക്കണം എന്താ ചെയ്യേണ്ടതെന്ന്.
ആരും ലോകലക്ഷണം മനസ്സിലാക്കാതെ നമ്മുടെ ലോകത്ത് നിന്ന് മാഞ്ഞു പോകരുത്. അത്രയേ ഉള്ളൂ. അപ്പോൾ ഇത്രയും നേരം എന്നെ കേട്ടതിന് താങ്ക് യു സോ മച്ച്.